السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الجبار المهيمن الغفار، والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് കൂടാനും വിജ്ഞാനപ്രദവും ജീവിത മാതൃകയുമാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കാണുന്ന കുടുംബ ജീവിതവും ഇസ്ലാമികമായ കുടുംബ ജീവിതവും തമ്മിലുള്ള ഒരു കൂട്ടിക്കിഴിക്കലുകളാണ്. അതിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് എന്നെ പറ്റിയാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈമാനുണ്ട് എന്നർത്ഥം. ഇതെന്നെ പറ്റിയെന്നല്ല, ഞാനെല്ലാം തികഞ്ഞവനാണ് എങ്കിൽ നമുക്ക് അഹങ്കാരം നല്ലോണം ഉണ്ട് എന്നർത്ഥം. അള്ളാഹു കൂടുതൽ തഖ്വയോടുകൂടി മഹാനായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക കുടുംബ ജീവിതം അതേപടി പുലർത്തുവാൻ അത്യുത്സാഹം കാണിച്ച മഹാന്മാരായ സഹാബത്ത് കിറാം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഓർമ്മ വരികയാണ്. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമുണ്ട്, താങ്കളെ ഏറ്റവും ആകർഷിച്ച കുടുംബജീവിതം ആരുടേതായിരുന്നു? അദ്ദേഹം പറഞ്ഞു, സംശയമെന്ത്, എൻ്റെ ഹബീബിൻ്റെ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മാതൃക സ്വീകരിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും നല്ലതെന്ന് കരുതുന്നത് ജീവിതത്തിൽ പുലർത്തി സന്തോഷമടയുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണം. ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ ആദ്യമായി സൂറത്ത് യൂസുഫിലെ ഒരായത്ത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരപരാധിയാണ് എന്ന് നമുക്കറിയാം. സുലൈഖ ബീവിയാണ് തെറ്റ് ചെയ്തത്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് ഒരു തെറ്റുമില്ല എന്ന് ഏതൊരു കുട്ടിക്കും അറിയാം. പക്ഷെ യൂസുഫ് നബിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും നഫ്സ് തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്നതാണ്. ഖുർആൻ പറഞ്ഞ വാക്കാണ്. അപ്പൊ നഫ്സുൻ അമ്മാറ ഉള്ള കാലത്തോളം നമ്മുടെ മനസ്സകങ്ങളിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരും. തെറ്റില്ലെങ്കിലും ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളിങ്ങനെ ചാഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നേക്കാം. അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നിട്ട് കൂടി മഹാനവറുകൾക്ക് വളരെ ഭയം തോന്നിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ സമാധാനപ്പെടുത്താൻ ഒരു വാചകം ഖുർആനിൽ, അദ്ദേഹം പറഞ്ഞ വാചകം അള്ളാഹ് ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ആയത്ത് ഓടി വന്നിട്ടുണ്ടാവും. وما أبرئ نفسي إن النفس لأمارة بالسوء وما أبرئ نفسي, ഞാൻ എൻ്റെ നഫ്സിനെ പുണ്യവാളനാക്കുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത നല്ല പുണ്യവാളനാണ്. ആ ഒരു തെറ്റൊന്ന് ഒഴിവായവനാക്കുന്നില്ല. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും നഫ്സ് തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ആ വാചകം തന്നെയാണ് ഞാൻ എന്നോടും പറയുന്നത്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നോടും പറയാണ്,
വമാ ഉബരിഉ നഫ്സി. മനസ്സിലായില്ലേ? ഹലോ എല്ലാവരും, ഇത് കേൾക്കുന്നവരും പറയുന്നവനും ഒക്കെ വമാ ഉബരിഉ നഫ്സി. ആ വെയിറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞില്ല, ഹൈറ്റും വെയിറ്റ് ഒക്കെ എടുത്ത് കളയണം മൊത്തം മനസ്സിൽ. ഇനി അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആന്റെ മുന്നിലും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയുടെ മുന്നിലും ഒരു ചെറിയ കുട്ടിയെ പോലെ ഇരിക്കാം. നിങ്ങളിൽ ചെറിയ കല്യാണം കഴിച്ച ചെറിയ ചെറുപ്പക്കാരുണ്ട്. എൻ്റെ ഉപ്പയെ പോലെ മുതിർന്ന പ്രായമുള്ള ദമ്പതിമാരായി വിലസുന്ന മഹോന്നതന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരു മധ്യപ്രായമെത്തിയ എന്നെ പോലത്തെവരും ഒക്കെ ഇവിടെയുണ്ട്. അപ്പൊ എല്ലാവർക്കും പറ്റിയൊരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അള്ളാഹു ഇതിൽ നിന്ന് നല്ല പാഠം ഉൾക്കൊള്ളുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണേ അള്ളാഹ്. തെറ്റുകൾ ഞങ്ങൾക്ക് പുറത്തു തരണേ അള്ളാഹ്. ഈ കൂട്ടത്തിൽ ഇണകൾ മരിച്ചുപോയവരുണ്ട്. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു അവരെ ഒരുമിപ്പിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ പറഞ്ഞതാണ് അല്ലേ, ഞാൻ അവരെ അവരുടെ കുടുംബത്തോടൊപ്പം അവരുടെ ഇണകളോടൊപ്പം ഞാൻ അവരെ ദറജ ഉയർത്തി ചേർത്തു കൊടുക്കും സ്വർഗത്തിൽ എന്ന് എത്തിക്കിട്ടിയാൽ മതി. ഉന്നത പദവിയിലുള്ള ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അവരുടെ ബന്ധുക്കളെ അള്ളാഹു അവരിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഓഫർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ ഓഫർ കിട്ടുന്ന ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഒരു കുടുംബ സന്തോഷത്തിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അത് എല്ലാ സന്തോഷത്തിൻ്റെയും അടിസ്ഥാനവും എല്ലാ സന്തോഷത്തിന്റെ സത്തും എല്ലാ സന്തോഷത്തിന്റെ ആത്മാവുമാണ് ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. അത് എല്ലാവിധ മനഃശാന്തിയും ലഭ്യമാകാൻ വേണ്ടിയുള്ള രഹസ്യവുമാണ്. ആ സന്തോഷം ഏതൊരു വ്യക്തിക്ക് ലഭിച്ചു, ഏതൊരു കുടുംബത്തിന് ലഭിച്ചുവോ ആ വ്യക്തിയാണ് ഏറ്റവും നന്മകൾ ലഭിച്ച കുടുംബം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതാണ് ഒന്നാമത്തത്? തീർച്ചയായും സന്തുഷ്ട ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കൊക്കെ സുപരിചിതമായ ആയത്താണ്. ആ ആയത്ത് എന്തിനാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കണമെന്ന് അറിയണം. ഗാന്ധിജി ഒരുപാട് നന്മ ചെയ്യുന്ന ആളാണല്ലോ. പിന്നെ അതുപോലെ തന്നെ മദർ തെരേസ ഒരുപാട് നന്മ ചെയ്യുന്ന ആളാണല്ലോ. ഓരുടെ അമലൊക്കെ സ്വീകരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില ആൾക്കാർ ഈ ആയത്തൊക്കെ എടുത്തിട്ട് മറുപടി പറയാറുണ്ട്. പക്ഷെ അതിനൊന്നും പറഞ്ഞ മറുപടി ഒന്നും അല്ലട്ടോ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുമായ ഒരു വിഷയമാണ്. ഏതാണ് ആയത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من عمل صالحا من ذكر وأنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ഏതൊരു ആണാകട്ടെ ഏതൊരു പെണ്ണാകട്ടെ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം തീർച്ചയായും ആ വ്യക്തിക്ക് ഒരു നല്ല ജീവിതം, ഹയാത്തൻ ത്വയ്യിബത്തൻ, ഒരു ഹയാത്തൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നാം നൽകുന്നതാണ്. അപ്പൊ എന്താണ് ഒന്നാമത്തെ ഗുണം? അതെന്ന് മനസ്സിലായി. എന്താണ്? ആദർശം. ഏകനായ അള്ളാഹുവിന് സർവവും അർപ്പിക്കുന്ന ഒരു ഭർത്താവ്, ഏകനായ അള്ളാഹുവിന് സർവവും അർപ്പിക്കുന്ന ഒരു ഭാര്യ, ആദർശത്തിലുള്ള ഒരുമയാണ് ഒന്നാമത്തെ വിഷയം. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? അള്ളയില്ലേ നമുക്ക് എന്ന് ആത്മശാന്തി നേരാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കുമെങ്കിൽ ആ ഭാര്യ എന്തുണ്ടായിരിക്കണം? പറ. ഭാര്യയ്ക്ക് എന്ത്? ഭാര്യയാണ് ഒരു വീട്ടിലെ ഏറ്റവും വലിയ കാതൽ ഭാര്യയാണ്. നമ്മൾ പ്രയാസപ്പെട്ടിരിക്കണം, സാമ്പത്തികമായ വലിയ പ്രയാസത്തിലാണ്.
നമുക്ക് മാതൃകയിലേക്ക് പോകാം. മഹാനായ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഓരോ പോയിന്റും പറയുമ്പോൾ നമ്മൾ മാതൃകയിലേക്ക് പോകണം, അല്ലേ? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്ന് വരികയാണ്? ഹിറാ ഗുഹയിൽ നിന്ന് വരുന്ന ഒരു രംഗമുണ്ട്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? പുതപ്പിട്ട് മൂടു ഖദീജ. പാട്ടോടെ നല്ല സുഖ. റസൂലുള്ളാഹി പറഞ്ഞ വാചകം എന്താണ്? സമ്മിലൂനി. എന്താ പറഞ്ഞത്? സമ്മിലൂനി, എനിക്ക് പുതപ്പിട്ട് മൂടിത്ത ഖദീജ. ഭയം മാറുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുതപ്പിട്ട് മൂടിക്കൊടുത്തു. എന്നിട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, റസൂലുള്ളാഹി എനിക്കെന്തോ സംഭവിക്കാനിരിക്കുന്നു ഖദീജ. എന്താണെന്ന് അറിയുന്നില്ല. കാരണം ഹിറാ ഗുഹയിൽ നടന്ന സംഭവം കൂടി അങ്ങ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയണം, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാനിരിക്കുന്നു എന്ന് എനിക്ക് അറിയുന്നില്ല ഖദീജ. തൗഹീദുള്ള, റസൂലുള്ളാഹിൽ ആദ്യം വിശ്വസിച്ച ആളുകാരാണ്? ഖദീജ. തൗഹീദുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമയായ, കാരണം വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന അവരുടെ ആരുടെ? ഖദീജ ബീവിന്റെ അമ്മാവന്റെ മകൻ എന്ന് പറഞ്ഞാൽ മുറച്ചെറുക്കനൊന്നും അല്ല. കാരണം അത് കണ്ണ്, അദ്ദേഹത്തെ പറ്റി പറയുന്നത് വറഖത്ത് ഇബ്നു നൗഫലിന്റെ കണ്ണിന് ഒരു കൊള്ളി വെച്ച് കൊടുക്കണോ അതിങ്ങനെ പൊന്തി നിൽക്കണമെങ്കിൽ, അത്രയ്ക്കും വയസ്സായിട്ടാണ് അടഞ്ഞുപോയ ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം സ്വീകരിച്ച ആളാണ് ആര്? ഖദീജ റളിയല്ലാഹു തആല. പച്ച മുശ്രിക്കൊന്നുമല്ല, അള്ളാഹുൽ അചഞ്ചലമായ വിശ്വാസമുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കച്ചവടത്തിൽ അയച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത്ഭുതകരമായ കാര്യങ്ങൾ മൈസറ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ. മൈസറ എന്ന് പറഞ്ഞാൽ ഖദീജ ബീവിന്റെ ഭൃത്യൻ. ആ ഭൃത്യൻ എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. യാത്രയിലുണ്ടായ അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മനസ്സിലായ? നീ ഖദീജ, റസൂലുള്ളാഹിന്റെ ഖദീജ എന്നൊരു വിഷയം അത് വേറെ തന്നെ അവതരിപ്പിക്കുക, അതിന് സമയമില്ല. അതിനിടയിൽ നിന്ന് ഒരു ഏടുകൾ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ ആ കാര്യങ്ങൾ ആര് പറഞ്ഞു കൊടുത്തു? മൈസറത്ത് ഖദീജ ബീവിനോട് പറഞ്ഞു കൊടുത്തു. പുതിയ കച്ചവടക്കാരന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖദീജ ബീവി അവിടെ നിന്ന് തന്നെ ആരെ നോട്ട് ചെയ്തു? റസൂലുള്ളാഹിനെ നോട്ട് ചെയ്ത്. സാധാരണ ലോക്കൽ മനുഷ്യനല്ല, ഇതിലെന്തോ പ്രത്യേകതയുള്ള മനുഷ്യനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചില അത്ഭുതങ്ങൾ കണ്ടപ്പോൾ, കച്ചവടത്തിലെ സത്യസന്ധത കണ്ടപ്പോൾ, എല്ലാം കൂടി ആയപ്പോൾ ഖദീജ ബീവിക്ക് ഒരു ബഹുമാനം, ആദരവായ റസൂൽ. പ്രേമല്ല. 1978 ഒരു പാട്ടിറങ്ങിയിട്ടുണ്ട്, മാണിക്യ മലരായ പൂയി എന്ന് പറഞ്ഞൊരു പാട്ട്. കണ്ടാൽ തോന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിനെ പ്രേമിച്ച് നടന്നു തോന്നിപ്പോ. നഊദു ബില്ലാഹ്, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനവും സ്നേഹവുമുള്ള ഒരു ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ആളുകൾ ഏത് രൂപത്തിലാണ് പറയുന്നത്? നഊദു ബില്ലാഹ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ലൊരു വാർത്ത കിട്ടിയപ്പോൾ റസൂലുള്ളാഹിയുടെ ബഹുമാനം തോന്നുന്നു. 2 കല്യാണം മുമ്പ് കഴിച്ചു, അതിൽ മക്കളുണ്ടായിരുന്നു. ആ ഭർത്താക്കന്മാരെല്ലാം വേർപിരിഞ്ഞ് മരിച്ചുപോയവരും ഇതൊക്കെ ആയ ആളാണ് ആര്? ഖദീജ ബീവി. അങ്ങനെ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ഖദീജ ബീവിക്ക് എന്ത് മനസ്സിലായി? റസൂലുള്ളാഹി സാധാരണ ഒരു ലോക്കലല്ല, എന്തോ അത്ഭുതങ്ങളുള്ള ഒരാളാണെന്ന് മനസ്സിലായി. ഇവിടെ നിന്നാണ് രണ്ടാമത്തെ ടെസ്റ്റ് വരുന്നത്. ഇവിടെ നിന്ന് ഹിറാ ഗുഹയിൽ നിന്ന് നേരെ അള്ളാഹിന്റെ തിരുദൂതർ ഖദീജയുടെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ്. പുതപ്പിട്ട് മൂടു ഖദീജ. ജിബ്രീലിനെ കണ്ട ചരിത്രവും കൂടി പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു തആല വല്ലാതെ മനസ്സിലായി. ഇനിയാണ് ഒരു വിശ്വാസിയായ, എന്താണ് വിശ്വാസി എന്ന് പറയാൻ കാരണം? ഒരു വിശ്വാസിയായ, ആദർശമുള്ള, ഭർത്താവിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും കൂടെ നിൽക്കുന്ന, താങ്ങായി നിൽക്കുന്ന ഒരു ഭാര്യയുടെ സ്വഭാവം എനിക്ക് കാണാൻ പോണോ നോക്കോളെ. എന്താ ഖദീജ ബീവി മറുപടി പറഞ്ഞത്? എനിക്കെന്തോ ഭയമുണ്ട് ഖദീജ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി കല്ല. ആരെ? ഖദീജ ബീവിന്റെ മറുപടി കല്ല. ഹദീസിൽ കാണാം, കല്ല, ഒരിക്കലുമില്ല നബിയെ, കല്ല, ഒരിക്കലുമില്ല നബിയെ, വല്ലാഹി. ഉണ്ടോ? അല്ലാഹ് സത്യം, മാ യുഹ്സികല്ലാഹു അബദ. ഒരു ഭാര്യയിൽ നിന്ന് ഒരു ഭർത്താവിന് കിട്ടേണ്ട ഏറ്റവും നല്ലൊരു കിട്ടലത്. മാ യുഹ്സികല്ലാഹു അബദ, ഒരിക്കലുമില്ല നബിയെ, അള്ളാഹുവാണ് സത്യം, അവൻ താങ്കളെ കൈവിടില്ല. അള്ളാഹ് താങ്കളെ കൈവിടില്ല നബിയെ, കൈവിടില്ല. പിന്നെ പറഞ്ഞ വാക്ക് ഇന്നക ലതസിലുർ റഹീം, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല,
അന്യന്റെ ഭാരം വഹിക്കുന്ന ആളാണ്, മറ്റുള്ളവരുടെ പ്രയാസങ്ങളൊക്കെ തോളിലേറ്റി അത് നിർവഹിച്ചു കൊടുക്കുന്ന ആളാണ്, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളാണ്. വതക്സിബുൽ മഅദൂമ, ഇല്ലാത്തവനെ ഊട്ടുന്ന ആളാണ്, ഭക്ഷണം ഇല്ലാത്തവനെ ഭക്ഷണം കൊടുത്ത് ഊട്ടുമ്പോൾ അതിന് സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. വതഖരിയ ലൈഫ, അതിഥിയെ അപാരമായി സൽക്കരിക്കുന്ന ആളാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, ആപത്തിലകപ്പെട്ടവനെ ഓടിയെടുത്ത് സഹായിക്കുന്ന ആളുമാണ് നബിയെ. അങ്ങനെയുള്ള വ്യക്തിയായ താങ്കളെ അല്ലാഹു ഒരിക്കലും കൈവിടില്ല. ഇവിടെ എന്താ ഉണ്ടായത്? നമ്മളെ ഭാര്യമാരൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ആലം, എല്ലാവരും ഇത് കേട്ടോളി. ഇനി നമ്മൾ ഒരു നല്ലൊരു കാര്യത്തിന് പോയിട്ട് വരികയാണ്, അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങി എവിടെയൊക്കെ കോഴിക്കോടിൽ എവിടെയൊക്കെ പോയിട്ട് അള്ളാഹിന്റെ മാർഗം, അല്ല ഹറാമിലൊന്നുമല്ല, സിനിമയ്ക്ക് പോയതല്ല, പിന്നെ എങ്ങനെയും മോശമായ രൂപത്തിൽ നടന്നതല്ല, റബ്ബിന്റെ മാർഗത്തിലാണ് ഉറപ്പാണ്. താമസിച്ചു, വണ്ടിയെല്ലാം കിട്ടാൻ താമസിച്ചു. എവിടെ പോയി കിടന്നിട്ട് വന്നിരിക്കുന്നു? അല്ലേ? യെസ്. ബാക്കി ഞാൻ പറയുന്നില്ല, റമദാനാണ്. ഏതൊക്കെ രൂപത്തിൽ പ്രതികരിക്കാം പറയാൻ കഴിയില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിൽ മുഖങ്ങളും ഉറപ്പിക്കും, അല്ലെങ്കിൽ ആ ചാവി എടുത്തോറ് ഏറെറും, വേണമെങ്കിൽ തുറന്ന് കയറിക്കോന്നും പറഞ്ഞിട്ട് ട്രെന്ന് പറഞ്ഞ് ആ ഗ്രില്ലിൽ വന്നിട്ട് ഇങ്ങനെ കൂട്ടിക്കിടക്കും, അല്ലെങ്കിൽ താഴെ സിറ്റൗട്ടിന്റെ അതിലോട്ട് നമ്മൾ തുറന്നിട്ട് കയറിക്കോണം. ഇവിടെ ഖദീജ ബീവിന്റെ പ്രതികരണം എന്താണ്? നെഗറ്റീവ് പറയാതെ പോസിറ്റീവ് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടോ നമ്മളെ ദാമ്പത്യം? അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ടും കിട്ടുള്ളൂ. അപ്പോ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിനോട് എങ്ങനെയായിരിക്കണം? ഒരു സഹോദരി ചോദിച്ചു, ഓക്കെ ഞങ്ങള് ഖദീജ ബീവിനെ പോലെ ആകാം, മൂപ്പര് നമ്മൾ റസൂലുള്ളാഹിനെ പോലെ ആവുമെന്നാ ചോദിച്ചേ. ഉത്തരയില്ലാണ്ടായി പോയി. ഞങ്ങൾ ഖദീജ ബീവിനെ പോലെ, മൂപ്പര് റസൂലുള്ളാഹിനെ പോലെ ആവാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറഞ്ഞത്, രണ്ടു കൂട്ടരും ആലോചിച്ചാൽ നടക്കുന്ന സുന്ദരമായ ദാമ്പത്യം. ഇപ്പൊ രണ്ട് രൂപത്തിലുള്ള ദാമ്പത്യമുണ്ട്. ഒന്ന്, ജീവിതം മുഴുവനും ഭർത്താവിന് വേണ്ടി അങ്ങ് ഒഴിഞ്ഞു വെച്ച ഒരു ദാമ്പത്യം. രണ്ടാമത്തത് നോർമലായ ദാമ്പത്യം. നോർമലായ ദാമ്പത്യത്തിൽപ്പെട്ടതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായുള്ള ദാമ്പത്യം, ഹഫ്സ ബീവിയുമായുള്ള ദാമ്പത്യം. ബാക്കി എല്ലാ ദാമ്പത്യങ്ങളും സാധാരണ നോർമലാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആര് വന്നു? ഒരു സ്വഹാബി വന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിനോട് വർത്താനം പറഞ്ഞിട്ടിരിക്കുമ്പോൾ അയാൾ വരുന്നത്. ആയിഷ ബീവി അദ്ദേഹം വരുമ്പോൾ തന്നെ ആയിഷ ബീവി നേരെ ഉള്ളിലേക്ക് പോയി. അപ്പൊ അവരിങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അയാളുടെ മുഖവും പട്ടൊക്കെ കണ്ടപ്പോൾ അയാൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് വന്നത്. അപ്പൊ ഇരുന്നു, സലാം പറഞ്ഞിരുന്നു. ചോദിച്ചു അദ്ദേഹത്തോട്, താങ്കൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? അയാൾ പറഞ്ഞു 10 കൊല്ലമായി. അപ്പൊ ചോദിച്ചു, താങ്കളുടെ ഭാര്യയോട് ഇതുവരെയ്ക്ക് പിണങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഏയ് ഞാൻ പിണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരിക്കലും ഇണങ്ങിയിട്ടില്ല. ഇവിടെ 2 ഭാര്യമാരാണ്. ഒന്ന് ആയിഷ റളിയല്ലാഹു തആലയെ പോലുള്ള സാധാരണ നമ്മളൊക്കെ ലോകത്ത് കാണുന്ന ഭാര്യമാർ. അവരിൽ എന്തുണ്ടാവും? ഇണക്കം ഉണ്ടാവും, പിണക്കം ഉണ്ടാവും. അത് നല്ലൊരു മാധുര്യമുള്ള ദാമ്പത്യമാണ്. പക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായൊരു ദാമ്പത്യമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും തമ്മിലുള്ളത്. ജീവിതത്തിൽ അറിയാതെ പോലും പിണങ്ങിയിട്ടില്ല. കാരണം ഖദീജ ബീവിന്റെ മനസ്സ് മുഴുവനും റസൂലുള്ളാഹിന്റെ പുറകിലായിരുന്നു. അതുകൊണ്ടല്ലേ വഫാത്തിന്റെ നേരത്ത് പോലും അള്ളാഹിന്റെ തിരുദൂതർ ആരെ ഓർത്തുപോയത്? ഖദീജയെ ഓർത്തുപോയത്. ജീവിതനാളിന് മുഴുവനും യുവതിയായ ആയിഷ റളിയല്ലാഹു തആലയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ പോലും ഖദീജ ബീവിയെ പറ്റി ഓർത്തുപോയതും പറഞ്ഞുപോയതും കരഞ്ഞുപോയതും ഓർമ്മ വരുമ്പോഴെല്ലാം തന്റെ പ്രിയപ്പെട്ട ഖദീജ ബീവിന്റെ കൂട്ടുകാരികൾക്ക് ഖദീജ ബീവിനെ ഓർത്തുകൊണ്ട് ആടിനെ അറുത്ത് മാംസം വിതരണം ചെയ്യുമായിരുന്നു റസൂലുള്ളാഹ്. കാരണം എന്നറിയോ? അങ്ങനത്തെ ഭാര്യമാർ അപൂർവങ്ങളിൽ അപൂർവമാണ്. ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എന്തൊരു ഭാഗ്യവാനായിരിക്കും. അൽഹംദുലില്ലാഹ്. മനസ്സിലായോ? ജീവിതം മുഴുവനും ഒരാൾക്ക് വേണ്ടി അങ്ങോട്ട്. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ കാഞ്ഞങ്ങാടുന്ന് ഇടയ്ക്കൊന്ന് പറയുന്നല്ല, എൻ്റെ അനുഭവത്തിലുള്ള കാഞ്ഞങ്ങാടുന്ന് തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടാക്കും എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഞാൻ എന്നെ കാസർഗോഡ് കൊണ്ടാക്കും. അപ്പൊ കൊണ്ടാക്കുന്ന കൂട്ടത്തില് എന്നോട് ചോദിച്ചു, എന്നെ കൊണ്ടാക്കുന്ന ആള് ചോദിച്ചു, ഉസ്താദേ നാളെ എൻ്റെ ഉപ്പാനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കൊണ്ടാക്കുന്ന ആളെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാ നാളെ എനിക്ക് പറ്റൂല, നാളെ എനിക്ക് നമ്മളെ പട്ടളയിൽ ഒരു ക്ലാസ് ഉണ്ട്, രാവിലെയാണ് ക്ലാസ്. അപ്പോൾ ആ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ക്ഷീണം, വേറെ ദിവസം ഞാൻ വരാം.
മൂപ്പർ അറിയാണ്ട് ചോദിച്ചു എൻ്റെ അടുത്ത്, എന്താ ക്ലാസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഖദീജ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹിന്റെ ഖദീജ എന്നാണ് വിഷയം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പെട്ടെന്ന് മുഖമൊക്കെ മാറി. എന്നോട് പറയാണ്, സാറേ എൻ്റെ ഭാര്യയും ഞാനും നല്ല നല്ല ജീവിതത്തിലാണ്, പക്ഷെ എന്നെക്കാളും തക്കവയാണ് എൻ്റെ ഭാര്യ. എപ്പോഴും മൂപ്പർ എന്നോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, റസൂലുള്ളാഹ് പറഞ്ഞില്ലേ റസൂലുള്ളാഹിന്റെ ഖദീജ എന്ന്, എൻ്റെ ഖദീജ എന്ന് റസൂലുള്ളാഹ് പറഞ്ഞില്ലേ, അതുപോലെ എൻ്റെ മൈമൂന എന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, ആ രൂപത്തിൽ ഞാൻ പ്രയത്നിക്കുമെന്ന് പറഞ്ഞ അയാൾ കരഞ്ഞു പോയി. എൻ്റെ റബ്ബേ, ഞാൻ ഷോക്കായി. കാരണം ഈ വിഷയമാണല്ലോ ഞാൻ അവതരിപ്പിക്കാൻ പോണത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും മൂപ്പർ എന്നോട് പണങ്ങിയിട്ടില്ല. അപ്പോ ഒരു കാര്യം ഉറപ്പായി അല്ലെ, അപൂർവങ്ങളിൽ അപൂർവമായ സംഗതി എവിടെയൊക്കെ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പായി. വേറൊന്നും പറയാൻ പറ്റില്ല. വല്ലാത്തൊരു മൂഡിലായിപ്പോയി ഞാൻ അല്ലേ. എന്നുവെച്ചാല് അറിയാണ്ട് പോലും പണങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഖദീജ റളിയല്ലാഹു തആല പോലത്തെ അപൂർവമായ ചില അപൂർവങ്ങളുണ്ട്. അങ്ങനത്തെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പണങ്ങൂല. ബാക്കിയുള്ള നോർമൽ സ്ത്രീകളെയാണ് കിട്ടുന്നെങ്കിൽ നമ്മൾ എന്തായാലും പണങ്ങും. പിണങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരിണക്കം ഉണ്ടാവൂല, അവിടെ പണങ്ങും. അതാണ് ആയിഷ ബീവി, അതാണ് ഹഫ്സ ബീവി. എന്തൊക്കെയായിരുന്നു പ്രശ്നം അല്ലേ. സൂറത്ത് തഹരീം ഇറങ്ങാനുള്ള കാരണം ഓർമ്മയുണ്ടല്ലോ. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർദാത അസ്വാജിക്. തുടങ്ങുന്നത് അങ്ങനെയല്ലേ, തങ്ങളുടെ ഭാര്യമാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കാൻ ശ്രമിക്കുകയാണോ നബിയെ? റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹു ആയത്തിറക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? തേൻ കുടിച്ച സന്ദർഭം ഓർമ്മയുണ്ടല്ലോ, ചരിത്രമൊക്കെ എല്ലാവർക്കും, ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മൾ അതിലൊന്നും വിഷയമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ട് തരം ഭാര്യമാരുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. ചിലരെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ജീവിതത്തിന് വേണ്ടി തന്നെ തെറ്റുകൾ അവരെല്ലാം ക്ഷമിക്കും, സഹിക്കും, അതിനുവേണ്ടി ജീവിതം അങ്ങ് ഒഴിഞ്ഞു വെക്കും. പക്ഷെ ചില മനുഷ്യന്മാർക്ക് ഈ മുത്തുകളെ തിരിച്ചറിയാൻ പറ്റൂല. അത് വല്ലാത്തൊരു ദൗർഭാഗ്യേട്ടാ. മനസ്സിലാവുണ്ടോ? ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഇങ്ങനത്തെ സംഭവം. ഭർത്താവേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ചില ആളുകൾ ഉണ്ടാവാം. പക്ഷേ ചില ബുദ്ധിശൂന്യന്മാർക്ക് ഈ മുത്തിന്റെ വില അറിയില്ല. ആ നല്ലോണം അതിനിട്ട് ഹരാസ് ചെയ്യും, അതിനിട്ട് പ്രയാസപ്പെടുത്തും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഖദീജ റളിയല്ലാഹു തആല പോലത്തെ ഒരു സ്വഭാവം ആദരവായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടത് എത്രമാത്രം എന്നറിയോ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ, ഖദീജ റളിയല്ലാഹു തആല കല്യാണം കഴിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൂത്താപ്പ അബൂ താലിബാണ് നിക്കാഹ് ഖുതുബ നടത്തുന്നത്. ആര്? ഞാനും ബെടായി പറയില്ല, ഞാൻ കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിക്കാഹ് ഖുതുബ നടത്തുകയാണ്. അതിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാണ് അബൂ താലിബ് എന്ത് തുടങ്ങുന്നത്? നിക്കാഹ് ഖുതുബന്റെ തുടക്കം അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് തുടങ്ങുന്നത്? അബൂ താലിബ് നിക്കാഹ്. അപ്പൊ നിക്കാഹ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അബൂജാഹിലും കൂട്ടർ 4 ഭാഗത്തുണ്ട്. ആര്? അബൂജാഹിലും കൂട്ടർ. എന്നിട്ട് ആദരവായ റസൂലുള്ളാഹിനെ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഇത്രയും വലിയ ലോകം മുഴുവനും ആദരിക്കുന്ന, നാട് മുഴുവനും ആദരിക്കുന്ന ഖുവൈലിദിന്റെ മകൾ ഖദീജ എന്ന് പറയുന്ന രാജ്ഞിക്ക് ഈ ആയില് എന്ന് പറഞ്ഞാൽ ഖുർആൻ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. നിർധനനായ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അഞ്ച് കായ്ക്ക് വകയില്ലാത്തവനായ ഈ മുഹമ്മദിനെയാണോ കിട്ടിയത് എന്നാര് പറഞ്ഞിട്ടുണ്ട്? അബൂജാഹിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വാചകം ആര് കേട്ടു? അബൂ താലിബ് കേട്ടു, റസൂലുള്ളാഹി കേട്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അതുപോലെ തന്നെ ഖദീജ ബീവിന്റെ വക്കാലത്ത് കൊടുക്കുന്ന ആ മഹാനായ വ്യക്തിത്വവും കേട്ടു അല്ലെ. മൂന്നാളും കേട്ടു. മൂന്നാൾക്ക് വിഷമമായി, കാരണം മൂന്നാൾക്ക് നബിയോട് ഇഷ്ടമാണ്. ആ സമയത്താണ് നിക്കാഹ് തുടങ്ങിയല്ലേ, ഒന്നും മിണ്ടിയില്ലാരും. നിക്കാഹ് തുടങ്ങാണ്. അൽഹംദുലില്ലാ തുടങ്ങിയിട്ട് അബൂ താലിബ് തുടങ്ങി നിക്കാഹ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഗുണങ്ങൾ ഇങ്ങനെ പറയാ. നിങ്ങളിൽ ഇദ്ദേഹത്തിന് പൈസ ഇല്ലാത്തവനാണ്, ആയിലാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ
അബ്ദുമനാഫ് കുടുംബത്തിലെ ഇബ്രാഹിമിന്റെ സന്തതിയിൽ നിന്ന് ഇസ്മായിലിന്റെ പരമ്പരയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമിന്റെ പരിചാരകരായി ഏൽപ്പിച്ച ആ കണ്ണികളുടെ ഏറ്റവും ശക്തമായ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായ വിളക്കാണ് എൻ്റെ ഈ മുഹമ്മദ്. അത് ആർക്കെങ്കിലും തർക്കമുണ്ടോ? നിങ്ങൾ തന്നെ അദ്ദേഹത്തെ അൽ അമീൻ എന്നല്ലേ വിളിച്ചിരുന്നത്? അദ്ദേഹത്തിന് പൈസ ഇല്ല, പൈസ നീങ്ങുന്ന നിഴലാണ്, അതെന്ന് വരും, നാളെ പോകും. അതുകൊണ്ട് സ്വഭാവത്തിലും അതുപോലെ തന്നെ പെരുമാറ്റത്തിലും അദ്ദേഹത്തെ മികയ്ക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. അതുകൊണ്ട് സമ്പത്തിൽ അദ്ദേഹത്തെ അളക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് മറുപടി പ്രസംഗത്തിലൂടെയാണ് ആരുടെ സംസാരം? അബൂ താലിബിന്റെ സംസാരം. അതങ്ങോട്ട് കഴിഞ്ഞു. ആ സംസാരം കഴിഞ്ഞ ഉടനെ നിക്കാഹ് അങ്ങ് നടന്നു, കൈയേൽപ്പിച്ചു. അബൂ താലിബിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഖദീജ ബീവിന്റെ അമ്മാവൻ എന്ത് ചെയ്തു? അടുത്ത് വന്നു. അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചു, നിക്കാഹ് നടന്നു. നിക്കാഹ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഖദീജ ബീവി പറയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായി. ഒരു അടുത്ത് വിളിച്ചു, എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളോട്. ആരുടെ സംസാരം? ഖദീജ ബീവിന്റെ സംസാരമാണ്. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അപ്പൊ എല്ലാവരും അന്തം വിട്ട് നോക്കണം, അബൂജാലും കൂട്ടരൊക്കെ അന്തം വിട്ട് നോക്കണം, എല്ലാവരും സദസ്സിലിട്ട്. ഞാനൊരു വിരുന്നിന് നിങ്ങളെ ക്ഷണിക്കുകയാണ്, ഇന്ന് തന്നെ ഒരു വിരുന്നിന് ഞാൻ ക്ഷണിക്കുകയാണ്. അങ്ങനെ ഖദീജ ബീവി പെട്ടെന്ന് തന്നെ വിരുന്നിന്, വലിയ പൈസക്കാരിയാണല്ലോ, എല്ലാ വിരുന്നൊക്കെ ശരിയാക്കി റെഡിയാക്കി. എല്ലാവരും വിരുന്നിന് വന്നു. എല്ലാവരും വിരുന്നൊക്കെല്ലാം കഴിച്ചു. റാഹത്തായിട്ട് മൂക്കുമുട്ട ഏമ്പൊക്കെ കിട്ടിയിരിക്കുമ്പോഴാണ് ഖദീജ ബീവി ഒരു വർത്താനം പറയാൻ. അദ്ദേഹത്തിന്റെ, ഖദീജ ബീവിയുടെ കയ്യിൽ വലിയൊരു താക്കോൽ കൂട്ടമുണ്ട്. ആ താക്കോൽ കൂട്ടം കൊണ്ട് എല്ലാവരും ഇരിക്കുന്ന സദസ്സിന്റെ മുമ്പിലുള്ള ഒരു മേശപ്പുറത്ത് കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് 4 ഭാഗത്തും കുറെ അടിമകളും ജോലിക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം കൂട്ടിയിട്ടൊരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. എൻ്റെ ഖദീജ ബീവി ഒരു വർത്താനമുണ്ട്, എനിക്ക് അല്ലാഹ്, അവിടെയാണ് അള്ളാഹിന്റെ റസൂൽ. എല്ലാവരും ചിന്തിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്ത വർത്താനം ഇതാണ്. ധനമില്ലാത്തതിന്റെ പേരിലാണ് എൻ്റെ ഭർത്താവിനെ ചിലരൊക്കെ അപമാനിച്ചത്. എന്തിന്റെ പേരിൽ? ധനമില്ലാത്തതിന്റെ പേരിലാണ് എൻ്റെ ഭർത്താവിനെ ചിലരൊക്കെ അപമാനിച്ചത്. ഫസ്റ്റ് നൈറ്റ് പോലും തുടങ്ങിയില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതാ എൻ്റെ സമ്പത്തിന്റെ കൂട്ടത്തിന്റെ താക്കോൽ, ഇതാ. ആ താക്കോലിന്റെ കൂട്ടം എടുത്ത് മുന്നിൽ വെച്ചു. ആ കാണുന്നതെല്ലാം എൻ്റെ ജോലിക്കാരും എൻ്റെ പരിചാരകരും എൻ്റെ അടിമകളുമാണ്. തൊട്ടപ്പുറത്തുള്ളതെല്ലാം ആ ഒട്ടകക്കൂട്ടങ്ങളെല്ലാം എൻ്റെതാണ്. ഇത് മുഴുവനും ഞാൻ എൻ്റെ ഭർത്താവിനായി ഞാനിതാ നൽകുന്നു. അന ഫഖീറ ഹുവൽ ഗനിയ്യ്, ഞാൻ ഇന്നു മുതൽ ദരിദ്രയാണ്, അദ്ദേഹം ഇന്നു മുതൽ ധനാഢ്യനാണ്. ഇനി ആരും എൻ്റെ ഭർത്താവിനെ ഗനി എന്ന് വിളിക്കരുത്, അല്ല ഫക്കീർ എന്ന് വിളിക്കരുത്, ഞാനാണ് ഇനി ഫക്കീർ. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. നോക്കിയാൽ ഒന്നാമത്തെ ദിവസം തന്നെ ഭർത്താവിനെ എല്ലാവരും മുമ്പിൽ മാനം രക്ഷിച്ചു, പ്രൊട്ടക്റ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ആളുകളുടെ മുന്നിൽ അപമാനിക്കാൻ ചാൻസ് കിട്ടിയാൽ ചില ഭാര്യമാരൊക്കെ അവരുടെ കൂടെ കൂടിയിട്ട് അങ്ങേര് പണ്ടേ എങ്ങനെ തന്നെ, കേട്ടിയ കാലം മുതലേ ഇങ്ങനെ തന്നെയാണ്, 4 പൈസയ്ക്ക് കൊള്ളാത്ത ഒരാള്. കേട്ടോളി. കൂട്ടുകാരിയുടെ മുമ്പിൽ, ചങ്ങാതിമാരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുന്നിൽ അയാളുടെ നെഗറ്റീവ് പറഞ്ഞിട്ട് അയാളെ തമാശയാക്കുന്നവരില്ലേ? അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോസിറ്റീവുകൾ പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ ഉയർത്തുകയാണ് ഖദീജ ബീവി. പോട്ടെ, അതെല്ലാം കഴിഞ്ഞല്ലോ. ദാമ്പത്യ ജീവിതം തുടങ്ങി 642 മീറ്റർ ഉണ്ട്. എത്ര? 642 മീറ്റർ ഉണ്ട്. ഏതിന്? ഹിറാ ഗുഹയിലേക്കുള്ള, ജബലുൻ നൂറിലേക്കുള്ള അത് കഴിഞ്ഞിട്ട് ഹിറാ ഗുഹ വരെ എത്തുന്ന ആ കയറ്റത്തിന് 642 മീറ്റർ, കിലോമീറ്റർ അല്ല, മീറ്റർ. ഈ 642 മീറ്റർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ, എന്നിട്ട് അവിടെ നിന്ന് 20 മീറ്റർ താഴോട്ടുള്ള ഒരു ചെങ്കുത്തായ ഒരു ഞാൻ എല്ലാം വായിക്കുന്നത് ഇതിലൂടെ അറിയോ? ചരിത്രത്തിലൂടെ ഞാൻ വായിച്ചുകൊണ്ട് പോവാണ് കേട്ടോ, മനസ്സിൽ ചരിത്രത്തിലൂടെ വായിച്ചുകൊണ്ട് പോവാം. 20 മീറ്റർ ചെങ്കുത്തായ ഒരു സ്ഥലമാണ് ഏത്? റസൂലുള്ളാഹിന്റെ ഹിറാ ഗുഹ ഇരിക്കുന്നത്. ജബലുൻ നൂറിലെ ഹിറാ ഗുഹ ഇരിക്കുന്നത് ഇങ്ങനെ ചെങ്കുത്തായിട്ടാണ് കിടക്കുന്നത്.
അപ്പൊ ഇത്രയും കയറ്റം കയറിയിട്ട് പടിയില്ല, വഴിയില്ല, അള്ളിപ്പിടിച്ച് കയറണം. എന്നിട്ട് ഈ ചെങ്കുത്തായ സ്ഥലത്തേക്ക് 20 മീറ്ററോളം എല്ലാം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിയാലേ റസൂലുള്ളാഹിന്റെ ഈ ഇതിലേക്ക് പോകാൻ പറ്റൂ. ഖദീജ ബി ആരാന്നും കൂടി ഓർക്കണം. നാട്ടിലെ കിരീടം വെക്കാത്ത റാണിയാണ്, സാധാരണ ലോക്കൽ പെണ്ണല്ല. അവർ റസൂലുള്ളാഹിക്കുള്ള ഭക്ഷണം തലയിലേറ്റിയിട്ട് ആ ചൂടത്ത് മുഴുവനും നടന്ന് ജബലൻ നൂറ് കയറി ഹിറാ ഗുഹയിലെത്തി അള്ളാന്റെ തിരുവർക്ക് അടുത്തിരുന്ന് ഭക്ഷണം കഴിപ്പിച്ചിട്ട് ആ പാത്രം കൊണ്ട് തിരിച്ചു വരും മിക്ക ദിവസവും. ഒരു ദിവസം മൈസറത്ത് വിഷമം സഹിക്കവയ്യാണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. മൈസറത്ത് ആരാണ്? ഖദീജ ബീവിന്റെ വേലക്കാരനായ മൈസറത്ത് ചോദിക്കുന്ന ഉമ്മ, റസൂലുള്ളാഹിക്ക് ഞാൻ കൊണ്ട് കൊടുത്താൽ പോരെ, അങ്ങെന്തിനാ എത്ര വിഷമിക്കുന്നത്? ഇനി കേട്ടോണ വാക്ക്, എന്റെ ഭർത്താവിന് ഞാൻ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്ത് അദ്ദേഹത്തെ തീറ്റിച്ച് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞു വന്നു അല്ലേ? ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞു. എല്ലാവരും കള്ളനെന്ന് വിളിച്ചു. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രയിലാണ്. യാത്രയിൽ ഇടയ്ക്ക് വെച്ചാണ് അറിഞ്ഞത് അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് എന്ന് അറിയാം. ബാക്കി നമുക്കറിയാം. പറയുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ പറഞ്ഞാലോട് ചോദിച്ചു, റസൂലുള്ള പറഞ്ഞു എന്നുള്ള സത്യമാണോ എന്ന് ചോദിച്ചു. സംഭവം എനിക്കറിയണ്ട, റസൂലുള്ള പറഞ്ഞത് സത്യമാണോ? റസൂലുള്ള പറഞ്ഞത് സത്യമാണ് എങ്കിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അതിനു മുമ്പേ ഇവിടെ ആരും വിശ്വസിച്ചു? ഖദീജ റളിയല്ലാഹു തആല വിശ്വസിച്ചു. നബിയേ, ലോകം മുഴുവനും അങ്ങയെ വെറുത്താലും ഞാൻ അങ്ങയെ സംരക്ഷിക്കും എൻ്റെ ജീവൻ കിടക്കുന്ന കാലത്തോളം. റസൂലുള്ളാഹി വാക്ക് പറയുന്നുണ്ട് പിന്നീട് ഭാര്യമാരോട്, ആയിഷ, ലോകം എന്നെ കള്ളനെന്ന് വിളിച്ചപ്പോൾ എന്നെ സത്യവാനെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന് എന്നിൽ ആദ്യം വിശ്വസിച്ച ആളാണ് എൻ്റെ ഖദീജ. ഞാൻ അഭിമാനം നഷ്ടപ്പെട്ട് ജനങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ലാത്തവനായി അന്തം വിട്ട് ആകാശം നോക്കി നിന്നപ്പോൾ സർവസ്വത്വം എനിക്ക് തന്നിട്ട് അത് അങ്ങയുടേതാണ് നബിയെ, ഇന്നു മുതൽ ഞാൻ ഫക്കീറയാണ്, അങ്ങ് ഏറ്റവും വലിയ ഖനിയാണ്, മുതലാളിയാണെന്ന് പറഞ്ഞ് എൻ്റെ അഭിമാനം കാത്ത മഹദിയാണ് എൻ്റെ ഖദീജ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ചരിത്രം പഠിച്ചുകൊണ്ടായിരിക്കും എൻ്റെ സഹോദരൻ്റെ ഭാര്യ അയാളോട് ഇങ്ങനെ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ ഖദീജ എന്ന് റസൂലുള്ള പറഞ്ഞ പോലെ നിങ്ങളെ മൈമൂനാന്ന് ഞാൻ പറയിപ്പിക്കുമെന്ന്. വല്ലാത്തൊരു വാക്കാ. എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. അവളെ പറഞ്ഞു ഇതുവരെയ്ക്ക് എൻ്റെ അടുത്ത് പണിയുണ്ട്, ഞാൻ കുറെ കുറിച്ചെല്ലാം കാണിക്കലുണ്ട്, മൂപ്പർ എൻ്റെ അടുത്ത് ഒന്നുമില്ല, എല്ലാ കാര്യത്തിലും ഭയങ്കര സോൾ. എൻ്റെ കൂടെ തന്നെ ഞാൻ വന്നാൽ എൻ്റെ കാര്യം തന്നെയാണ് മൂപ്പർ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി വെച്ചപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ മുത്തുകളൊക്കെ ഉണ്ടാവും. ഭാര്യമാരെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അവർ നമ്മളോട് സഹിച്ചിട്ട് നമ്മുടെ കൂടെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ടാവും. ആ മുത്തുകൾ അവരെ അറിയണം നമ്മൾ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തും ആരോഗ്യം നൽകുമാറാവട്ടെ. എല്ലാ ഇണകൾക്കും അള്ളാഹു റഹ്മത്തും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ, അന്ന് വലിയൊരു പാഠമാണ് നമ്മൾ പഠിക്കുവാനുള്ളത്. കാരണം അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഒരു സംഭവം കൂടി ഒന്നുകൂടി പറഞ്ഞുതരാം. എത്രത്തോളം ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആലയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. എങ്ങനെ? ആയിഷ റളിയല്ലാഹു തആല, ആയിഷ റളിയല്ലാഹു ഏറ്റവും ചെറിയ വയസ്സാണ്, മടിയിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരാൾ ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നബി ഇങ്ങനെ കിടക്കുമ്പോൾ നബിക്ക് തോന്നി, പെട്ടെന്ന് ചാടിയും എഴുന്നേറ്റു. ആരുടെ? റസൂലുള്ളാഹി ആയിഷ ബീവിന്റെ മടിയിൽ നിന്ന് റസൂലുള്ളാഹി അങ്ങ് ചാടി എണീറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹ് എൻ്റെ ഖദീജ, എന്താ വിളിച്ചത്? അള്ളാഹ് എൻ്റെ ഖദീജ. അങ്ങനെ ഹദീസിൽ കാണാം, അള്ളാഹ് എൻ്റെ ഖദീജ. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്.
ആയിഷ പറയാണ്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ. ഖദീജ ബീവിനോട് തോന്നിയ ഒരു, എന്താ പറയാ, ഒരു അസൂയ, ഒരു കുശുമ്പ് റസൂലുള്ളാഹിന്റെ ഒരു ഭാര്യമാരോട് എനിക്ക് തോന്നിയില്ല. കാരണം ഏറ്റവും ചെറിയ പ്രായമുള്ള ആള്, അള്ളാഹിന്റെ തീർക്ക് 55 വയസ്സിന് മേലെയുണ്ട്. ആയിഷ ബീവി ചെറിയ പെണ്ണ്, ചെറിയ കുഞ്ഞി പെണ്ണ്, ചെറിയ ആള്, എല്ലാം കൊണ്ട് കന്യകയായി. വേറെ ആരും കല്യാണം കഴിക്കാതെ റസൂലുള്ളാഹി മാത്രം കല്യാണം കഴിച്ച ആളാണ് ആര്? ആയിഷ ബീവി. റസൂലുള്ളാഹിനെ അത്രയും സന്തോഷിപ്പിക്കുന്ന ആളാണ്, എല്ലാമാണ്. ആ ആയിഷജിന്റെ മടിയിൽ കിടന്നിട്ടാണ് ചാടിയിട്ട് പറയുന്നത് അള്ളാ എന്റെ ഖദീജ എന്ന്. വന്ന ആളാരും ഖദീജ ബീവി അല്ല, ഖദീജ ബീവിന്റെ ഒരു സഹോദരി ഉണ്ട്, അവരുടെ പേര് ഹാല എന്നാണ്. ഹദീസിൽ കാണാം, ബുഖാരിയിലുണ്ടത്. ഹാല എന്നാണ്. ചില ഉമ്മമാരെ മക്കള്, പെമ്മക്കൾ ഒരേപോലെ ഉണ്ടാവും, മനസ്സിലായ? തിരിച്ചൊരു അത്രയ്ക്കും രൂപവും സൗണ്ടും എല്ലാം ഒരേപോലെ, നടത്തമൊക്കെ ഒരേപോലെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ടിൻസിനെ പോലത്തെ ഭയങ്കരമായ അപാരമായ സാദൃശ്യമുള്ള ആളായിരുന്നു ഖദീജ ബീവിന്റെ സഹോദരി ഹാല. എന്നിട്ട് റസൂലുള്ളാഹി നേരെ എന്നിട്ട് പറയുന്ന വർത്താനമുണ്ട്, അല്ലാ ഇത് ഹാലയായിരുന്നോ? ഞാൻ വിചാരിച്ചു ഖദീജയായിരുന്നു എന്ന്. അപ്പോഴാണ് ആയിഷ ബീവി പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരിന് ഈ ഖദീജ ബീവിനോട് തോന്നിയ ഒരു ദേഷ്യം എനിക്ക് വേറെ അടുത്തില്ല. ഞാൻ അപ്പൊ തന്നെ നബിയോട് പറഞ്ഞു, അള്ളാഹിന്റെ തിരുവുതരെ, പല്ലുകൾ കൊഴിഞ്ഞ് മോണ ചുവന്ന ആ കിളവിയെ ഇപ്പോഴും അങ്ങ് ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അള്ളാഹു താങ്കൾക്ക് സുന്ദരമായ, സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, ചെറുപ്പക്കാരായ, യുവതികളായ ഭാര്യമാരെ തന്നില്ലേ നബിയെ? റസൂലുള്ളാഹിന്റെ മറുപടി ഉണ്ട്, ഇല്ല ഖദീജ, അല്ല ഇല്ല ആയിഷ, എനിക്കൊരിക്കലും ഖദീജയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയിട്ടില്ല. എന്തൊരു ധൈര്യത്തിലാണ് റസൂൽ പറയണെന്നറിയാം. അവർക്ക് തുല്യരാവില്ല. എന്നിട്ട് ഖദീജ ബീവി ഇന്ന് വരെ കാട്ടിയ എല്ലാ നന്മകളും അള്ളാഹിന്റെ റസൂൽ എടുത്ത് പറയാണ്. ഏറ്റവും വലിയ ട്വിസ്റ്റ് ഏതാണെന്നറിയോ? ഈ ഖദീജ ബീവി ആരാണെന്നറിയണ്ട, ഒന്നുകൂടി പറയാം. ഒരു ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം തൽക്കാലം മാറ്റി വെക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നു. ഫഖാല യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി ഇപ്പൊ എവിടെയെന്നറിയോ? ഹിറാ ഗുഹയിലാണ്. ഹിറാ ഗുഹയിൽ ഇരുന്നപ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുവരെ, ഹാദിഹി ഖദീജ, ഇതാ ഖദീജ വരുന്നു റസൂലല്ലാഹ്, ഖദ അത്തതക, അവർ താങ്കളുടെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുകയാണ് നബിയെ. ജിബ്രീൽ പറയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ് നബിയെ. മഅഹ, അവരുടെ കൂടെ, ഇനാഉൻ ഫീഹി ഇദാമുൻ ഔ തുആമുൻ ഔ ശറാബുൻ, കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും കറികളും ഉണ്ട്. എവിടെ? ആ കൊട്ടയിൽ അവരുടെ അടുത്തുണ്ട്, തലയിൽ വെച്ചിട്ടാ വരുന്നേ. എന്നിട്ട് പറയാണ്, ഫൈദാ ഹിയ അത്തതക, നബിയെ ഊട്ടാൻ അവർ നബീന്റെ അടുത്ത് വന്നാൽ, ഫഖറ അലൈഹസ്സലാം, അവരോട് മിർ റബ്ബിഹാ വ മിന്നി, അവരുടെ റബ്ബിന്റെയും എന്റെയും സലാം പറയണേ നബിയെ. അല്ലാഹ് സലാം പറയാൻ മാത്രം ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറയാൻ മാത്രം ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നുണ്ട്. അവിടെ ഇരുത്തിയിട്ട് ഖദീജ സാധാരണ പോലെ ഇങ്ങനെ വന്നിട്ട് ഭക്ഷണമൊക്കെ വിളമ്പുന്നു, കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. റസൂൽ എങ്ങനെ പുഞ്ചിരിക്കുകയാണ് ഖദീജയെ നോക്കിയിട്ട്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന് താങ്കൾ ഇഷ്ടാണല്ലേ? അള്ളാഹുവിന് താങ്കളെ ഇഷ്ടമാണല്ലേ ഖദീജ? ഖദീജ റളിയല്ലാഹു പെട്ടെന്ന് അത്ഭുതത്തോടു കൂടി നോക്കാൻ റസൂലുള്ളാഹിനെ. എന്താ നബിയെ അങ്ങനെ പറഞ്ഞ്? ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്തുണ്ടായിരുന്നു, കുറച്ചു മുമ്പ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതാ ഖദീജ അങ്ങടുത്ത് വരും, അങ്ങക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. അവർ അടുത്തെത്തുമ്പോൾ എൻ്റെ റബ്ബിൻ്റെയും എൻ്റെയും സലാം പറയണമെന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. ഖദീജ ഞങ്ങളുടെ കരഞ്ഞുപോയി. അങ്ങക്ക് ഞാൻ ഇഷ്ടപ്പെട്ടതാണല്ലോ, അതുകൊണ്ടായിരിക്കും അള്ളാഹു എന്നെ ഇഷ്ടപ്പെടാൻ കാരണം. എന്താ പോയിന്റ്? ഒരു ഭർത്താവിന് ഒരു ഭാര്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ സംതൃപ്തിയായി കഴിഞ്ഞാൽ ആര് സംതൃപ്തിയായിക്കൊള്ളും?
അള്ളാഹു സംതൃപ്തിയായിക്കൊള്ളും. സഹോദരിമാരെ, നമ്മളിത് കേൾക്കണ്ടോ? അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കേൾക്കുന്ന സഹോദരിമാരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു ചോദ്യമാണ്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബിവി ഇത്രമാത്രം മനസ്സിലേക്ക് സ്ഥാനം കൊണ്ടുവരാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇനിയാണ് എൻ്റെ വിഷയം തുടങ്ങാൻ പോണത്. ഞാൻ ഈ തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഒരു 20 മിനിറ്റ് നിങ്ങൾ സഹിച്ചേ പറ്റൂ. സഹിക്കല്ലേ, കാരണം എനിക്ക് നിങ്ങൾക്കുള്ള കാര്യം പറയേണ്ടത്. എന്താണ് ഖദീജ ബീവിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കണ്ടമാക്കി മാറ്റിയ, ഖദീജ ബീവിക്ക് റസൂലുള്ള കരളിന്റെ കണ്ടമാക്കി മാറ്റി എന്താണ് സംഭവം എന്ന് വെച്ചാൽ അത് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം എൻ്റെ മുതിർന്നവരെല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കരുത്, സമയമൊന്നും മുതിർന്നവർ, എന്നെക്കാളും മുതിർന്നവർ, പ്രായത്തിൽ മുതിർന്നവർ ഞാൻ പറഞ്ഞേ. അല്ല, നിങ്ങളിത് വയസ്സായിട്ടില്ല, ഇന്ന് നിങ്ങൾ യുവത്വമാണ്. ഇൻഷാ അല്ലാഹ് ഉറപ്പല്ലേ? അവിടെയല്ലേ നിങ്ങൾ എല്ലാവരെക്കാളും. ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയോ? സുജൂദിൽ കിടന്നിട്ടൊക്കെ കളിക്കുന്ന കളിയാണ്, റുക്കൂയിൽ കിടന്നിട്ട് കളിക്കുന്ന കളിയാണ്. നിങ്ങളോ അല്ല ആവശ്യത്തിലൊക്കെ നിസ്കാരത്തിലൊക്കെ. അപ്പൊ ആരാ ചെറുപ്പക്കാർ? ഇവരെന്നല്ലേ. അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. കണ്ട, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കല്യാണം കഴിക്കുന്ന സമയത്ത്, വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഭാര്യമാരോട് എന്താണോ അത് എപ്പോഴും ഓർമ്മിക്കപ്പെടും. മനസ്സിലായോ? മാത്രവുമല്ല, അവരുടെ കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ ഓർത്തു വെക്കണം. കുഞ്ഞു കാര്യങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 55 വയസ്സുള്ളപ്പോൾ മഹദിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായിട്ട് റസൂലുള്ള ഒരു ഓട്ട മത്സരം നടത്തിയിരുന്നു. ആ ഓട്ട മത്സരം നടത്തിയ സമയത്ത് റസൂലുള്ള തോറ്റുപോയി. ആയിഷ ബീവി താൻ ജയിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ തോൽപ്പിച്ചതെല്ലാം പറഞ്ഞ് ഭയങ്കര സംഭവമാണ്. ആയിഷ എല്ലാം കാണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി സ്കെൽറ്റാണ്. അപ്പൊ ആയിഷ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കക്കിരിയും ഈത്തപ്പഴവും കൊടുത്തു. സ്ഥിരം കൊടുത്ത് ആയിഷ ബീവി തടിച്ചു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, കൊള്ളിപ്പീസിനെയൊക്കെ ശരിയാക്കാൻ എന്തിനു പറ്റും? ഹലോ, അതിൻ്റെയൊക്കെ കാര്യമുണ്ട് കേട്ടോ. എന്താണ് റസൂലുള്ള കൊടുത്തെന്താണ്? നല്ല ഈത്തപ്പഴവും കക്കിരിന്റെ ഗുണം മനസ്സിലായല്ലോ. തണുപ്പാണ്, ഈത്തപ്പഴം ചൂടാണ്, രണ്ടും മിക്സിങ് ആക്കി നല്ലൊരു സാൻഡ്വിച്ചാ. അതങ്ങോട്ട് കൊടുത്തു. ആയിഷ ബീവി തടിച്ചു. എന്നിട്ട് ഒരു ദിവസം രണ്ടാളും കൂടി വീണ്ടും ഓടാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ള പറഞ്ഞ്, ഞാൻ വയസ്സായില്ല, എനിക്ക് 60ഓളം വയസ്സായി, ഞാൻ അങ്ങനെ ഓടുക, എനിക്ക് അല്ല നബി ഓടണം. ഞാനെ വിളിച്ചു. അങ്ങനെ ആയിഷ ബീവി റസൂലുള്ളാഹിയും കൂടി രണ്ടാമത് ഓടിയപ്പോൾ ആര് ജയിച്ചു? റസൂലുള്ള ജയിച്ചു. ആയിഷ ബീവി തോറ്റു. കാരണം തടിച്ച ആയിഷ ബീവിക്ക് ഓടാൻ പറ്റുന്നില്ല. അപ്പൊ റസൂലുള്ള പറഞ്ഞറിയാം, പണ്ട് എന്നെ തോൽപ്പിച്ചില്ലേ, അതിന് പരിഹാരമാണ്. അപ്പൊ എന്താ വെച്ചാല്, ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരു കൊച്ചു അനർഘ നിമിഷം പോലും ആര് മറന്നിട്ടില്ല? ഒരു ഭർത്താവായ റസൂലുള്ള എന്താ കാര്യം പറഞ്ഞാൽ അതിലൊരു വലിയ സൈക്കോളജി ഉണ്ട്. സ്ത്രീകൾക്ക് ചെറിയ നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കും. അതുകൊണ്ടാണ് അവരോട് നമ്മൾ വഴക്കിട്ട എത്താത്തത്. മനസ്സിലായില്ലാന്ന് തോന്നുന്നുണ്ട്. മുതിർന്നവരെ എന്നോട് ക്ഷമിക്കണേ. അത് വഴക്കിട്ടത്തില്ലല്ലോ. കാരണം നമ്മൾ പറഞ്ഞെല്ലാം നമുക്ക് മറന്നു പോകും. നിങ്ങൾ അന്ന് ആ സമയത്ത് ആ കല്യാണ വീട്ടിൽ വെച്ചു നിങ്ങൾ എന്നോട് ഇന്നത് പറഞ്ഞില്ലേ, അതോ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ചിലപ്പോ നമ്മുടെ അടുത്താണ് ചിലപ്പോ ന്യായം ഉണ്ടാവുക, അന്യായം അവരുടെ അടുത്താണ്, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. സ്ത്രീയുടെ സ്വഭാവം അത് നമ്മൾ ആദ്യം അറിഞ്ഞു വെക്കണം. ചെറിയ കുഞ്ഞു സംഭവം പോലും മറന്നു പോകില്ല. അതെല്ലാം പ്രത്യേകിച്ച് നമ്മളതാണെങ്കിലും, നാട്ടുകാരെല്ലാം പറഞ്ഞാലും നമ്മൾ മറക്കൂല. കറക്റ്റായിട്ട് ഭർത്താവിൻ്റെ എല്ലാം അവിടെ ഉണ്ടാവും. ഇതറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് സമയം താമസിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടോ? ഭാര്യമാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളെല്ലാവരും ഉണ്ടോ? നിങ്ങളോ? അല്ല, അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ പഠിച്ചോനെ. ജീവിച്ചിരിക്കുന്നവരോട് ഇനി നമുക്ക് പെരുമാറാൻ വിഷമമൊന്നുമില്ല. ജീവിച്ചിരിക്കുന്നവരോട് പറയാണ്, നമുക്കിനി സമയം താമസിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു തെളിവ് പറഞ്ഞുതരാം. ഞാനും മക്കളും കൂടി കാസർഗോഡ് വന്നിട്ട് ചെറിയ മക്കൾ. അപ്പോൾ മക്കൾ പറഞ്ഞു, പാപ്പ ഞങ്ങൾക്ക് ഈ നമ്മളെ കോട്ടൻ്റെ പേരെന്ത്, ബേക്കൽ കോട്ടയിൽ ഇതിൽ താഴെ കൂടെ നടക്കുന്ന ബീച്ച്, ആ ബീച്ചിലൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ രണ്ട് പ്രാവശ്യം പോയിട്ടുള്ളൂ. ആ ഒരു പ്രാവശ്യം എൻ്റെ മക്കളെല്ലാം കൂട്ടി ഞാൻ പോയി. ഭാര്യയുണ്ട്, പിന്നെ കുടുംബക്കാരെല്ലാം ഒക്കെ ഉണ്ട്. അങ്ങനെ
പിന്നെ കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് നടക്കാൻ കഴിയാത്തൊരു ഉപ്പാപ്പയും ഒരു ഉമ്മാമ്മയും എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും നല്ല തടിയുണ്ട്, ഫുള്ള് ബുർക്കയിലായിട്ട് നല്ല മറച്ചിട്ട് രണ്ടാളെ ഈ ഉമ്മാമ്മ എന്തെന്നറിയോ, ഉമ്മാമ്മന്റെ കയ്യിൽ നിലക്കടലുണ്ട്. എന്നിട്ട് ഉപ്പാപ്പ എന്ത് ചെയ്യുന്നറിയാ, ഇത് ഇങ്ങനെ തൊള്ളിയിട്ട് എൻ്റെ ഉമ്മാമ്മന്റെ വായിൽ വെച്ച് കൊടുക്കുന്നു. ഇവര് നമ്മളൊന്നും കാണുന്നില്ല, നമ്മൾ മുന്നോട്ട് നടന്നു പോകണം, അവരുടെ ലോകത്താണ്. ഓ, എൻ്റെ ഭാര്യ ഒരു ചോദ്യം ചോദിച്ചിക്കാ, എന്നോട് ഇക്ക അത് കണ്ടോ, നമ്മളൊക്കെ വയസ്സാകുമ്പോൾ അങ്ങനെയൊക്കെ ആവോ? ഓ, ഒരു ഞെട്ടലേ ചെട്ടി. ഞാൻ പറഞ്ഞു ദുആ ചെയ്യാം. അവരറിയുന്നില്ല. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇത്ര വയസ്സായാലും നമ്മുടെ മാധുര്യം, നമ്മുടെ ദാമ്പത്യം മാധുര്യാക്കാനൊക്കെ പറ്റും. അതിനെന്താണെന്നറിയോ, നമ്മൾ യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ, കല്യാണം കഴിഞ്ഞു വന്ന ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ ഇണകളെ പിടിക്കേണ്ട രൂപത്തിൽ പിടിക്കണം, അവഗണനയാവരുത്. എത്രത്തോളം എന്ന് വെച്ചാൽ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 2 സമയത്ത് പ്രശ്നങ്ങളുണ്ടായി. ആയിഷ ബീവിയായിട്ടും ഹഫ്സ ബീവിയായിട്ടും. അവർ രണ്ടാളാണല്ലോ തേൻ കുടിച്ച സന്ദർഭവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായത്. റസൂലുള്ളാഹിന്റെ വേറൊരു ഭാര്യന്റെ വീട്ടിൽ റസൂലുള്ളാഹി തേൻ കുടിക്കാൻ പോയപ്പോൾ എന്ത് ചെയ്ത്, ഇവർ രണ്ടാളും കൂടി ഒരു വിളവെടുത്തു. അറിയാലോ എന്താ വിളവ്? റസൂലുള്ളാഹി വരുമ്പോഴത്തേക്ക് അത് മണക്കുന്നുണ്ട് എന്ന് പറയണം. അപ്പൊ റസൂലുള്ളാഹി തേൻ കൂടി അങ്ങ് നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. ട്രിക്സ് ആയിരുന്നു അതുവരെ. ഈ കിളവിന്റെ അടുത്ത് പോകുന്നേക്കാളും നല്ലതൊരു ചെറുപ്പക്കാരായ നമ്മളെ കൂടെ നിൽക്കണല്ലേ, ഏത് ബുദ്ധി. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്ലാൻ. പക്ഷെ ഈ പ്ലാൻ അള്ള പൊളിച്ചു. കാരണം അവർ പാവമായ ഒരു സാധുവായ ഒരു സ്ത്രീയായിരുന്നു അവര്, സൈനബ് റളിയല്ലാഹു തആല. അപ്പൊ അവര് നബിയെ, ഞങ്ങൾക്കുള്ള ദിവസം കൂടി അവർക്ക് കൊടുത്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല നബിയെ. ഒരു ഭർത്താവിന്റെ അത്തരം സാമീപ്യങ്ങൾ നമുക്ക് ആവശ്യം. നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് ഇരുന്ന് ഞാൻ തരുന്ന ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചു പോകുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടല്ലോ, അതിനേക്കാളും വലിയ സന്തോഷം എനിക്ക് വേറെ ഇല്ല നബി എന്ന് പറയുന്ന ഒരു സാധുവായ ഒരു ഉമ്മയാണ് ആര്? സൈനബ് റളിയല്ലാഹു തആല. ഇവർ രണ്ടാളും ചെറുപ്പക്കാരാണല്ലോ. ഇവർ രണ്ടാളും കൂടി എന്ത് പണിയെടുത്തു? ഒന്ന് അബൂബക്കർ ആലോചിച്ച് നോക്കണം, നല്ല ആൾക്കാരാണ്. സ്ത്രീകളുടെ, ഞാൻ പറഞ്ഞ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, അവർ മോശമായ സ്വഭാവമായിട്ട് കാണരുത്. അള്ളാഹിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു മോശമായ സ്വഭാവമായിട്ട് കണ്ടിട്ടില്ല. പ്രത്യേകം എടുത്തു പറയണം. ആയിഷ ബീവിയുടെയും ഹഫ്സ ബീവിയുടെയും ഈ കുരുട്ടു ബുദ്ധിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോശമായി അവർ അവതരിപ്പിച്ചിട്ടേ ഇല്ല. എന്നിട്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിയതല്ലേ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഈ ഒരു സ്വഭാവം നമ്മളിൽ വേണം. കാരണം ഭാര്യമാർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ എന്ത് ചെയ്യും? സാരല്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, നിനക്ക് അറിയാത്തതുകൊണ്ട് പറ്റിപ്പോയതായിരിക്കും, സാരല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ തെറ്റുകളിൽ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് കൂടെ നിന്നുകൊണ്ട് അത് മായ്ച്ചു കളഞ്ഞ് അവരെ അപമാനിക്കാത്ത രൂപത്തിൽ നമുക്ക് അവരെ ശരിയാക്കി എടുക്കുന്ന ഒരു മാനസിക നില നമുക്കുണ്ടെങ്കിൽ ആ ഭർത്താവ് എന്നും ഓർമ്മിപ്പിക്കപ്പെടും. നമ്മളെന്താ ചെയ്യല്? നമുക്ക് എത്ര തെറ്റ് വന്നാലും കുഴപ്പമില്ല, ഓൾക്കൊരു തെറ്റ് വന്നാലോ ആണ് നിന്റെ പറഞ്ഞ് ആന്താ ചെങ്ങനെ ചെയ്ത് ആകെ പ്രശ്നം. നോക്കി നിങ്ങൾ എന്തൊക്കെയാ സ്വഭാവങ്ങൾ, അടുത്ത് ഉടയ്ക്കലും എറിയലും തിരിയലും ഭക്ഷണം കഴിക്കാണ്ട് പോകലും ഉള്ളൂ. നമ്മൾക്ക് ദേഷ്യങ്ങൾ തീർന്നു, പക്ഷേ ഇതവർ ഇതുവരെ മറക്കോ എന്ന് ഓർത്തു വെക്കും. എനിക്കൊരു പ്രശ്നം വന്നപ്പോ എന്നെ പ്രൊട്ടക്ട് ചെയ്യാതെ, എനിക്ക് സമാധാനം തരാതെ അദ്ദേഹം എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. അത് ഓർത്തു വെക്കും. നമുക്കോ ജന്മത്തിൽ ഇത് ഓർമ്മയുണ്ടാവൂല. അപ്പൊ അത് പറയും, പണ്ട് എനിക്കൊരു സംഭവം വന്നപ്പോഴേ നിസ്സാരൊരു കാര്യമായിരുന്നു, ചാടി വീണ് എന്നെ തിന്നാൻ വന്നല്ലോ നിങ്ങള്, വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യോ? എപ്പോ നമ്മൾ എപ്പോ ഞാൻ പറഞ്ഞില്ല, ദാമ്പത്യമാണ് ഞാൻ ഈ പറയുന്നത്, തമാശയല്ല. അപ്പൊ അതുകൊണ്ട് അത്തരം അവസരങ്ങൾ വരുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, നിനക്ക് തെറ്റ് പറ്റിയതാണ്, സാരമില്ല, അത് അള്ളാഹ് മനുഷ്യരല്ലേ, തെറ്റ് പറ്റും, നീ ചെയ്യാതിരുന്നാൽ മതി എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് കൊടുത്ത് അവരെ നന്നാക്കി എടുത്ത് അവർക്ക് തെറ്റ് പറ്റാത്ത ഒരാളെ പോലെ കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ചൊക്കെ വിജയിച്ചു വരുന്നുണ്ട്, ബാക്കിയുള്ള പോലും ഇൻഷാ അല്ലാഹ്. പണ്ടൊക്കെ ആണെങ്കിൽ നല്ലോണം പ്രതികരിക്കുന്ന ആളായിരുന്നു. പിന്നെ അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതമൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ നല്ല മാറ്റം വന്നു. ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോ? ഇൻഷാ അല്ലാഹ് പറ. കൈവകാരം എന്താ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്നെ ഉപദേശിക്കാൻ ഞങ്ങളെ ഉപദേശിക്കാനല്ല, നമ്മളെല്ലാവരും കൂടി ശരിയാക്കാൻ വന്നൊരു വിഷയമാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ല നിങ്ങളെടുത്ത് ഞാൻ നല്ലോണം പരിശ്രമം നടത്തുന്നുണ്ട്. അള്ളാഹു എന്നെ വിജയിപ്പിക്കണേ, അപ്പേ വിജയിപ്പിക്കണേ, നമ്മളെല്ലാവരും വിജയിപ്പിക്കണേ അള്ളാഹ്. ഞാൻ പറഞ്ഞു, നമ്മുടെ തീരുമാനം അങ്ങനെ വരിക. ചാടി വീണ് ആക്രമിക്കുന്നതിന് മുമ്പ് തെറ്റെല്ലാവർക്കും വരും, അല്ലേ? കുല്ലുക്കും ഖത്താഊന വ ഖൈറുൽ ഖത്താഊന അത്തവ്വാബ്. നിങ്ങളെല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവർ ഉത്തമരാരാ? തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. ഒരു അബദ്ധം മനുഷ്യരല്ലേ, പറ്റിപ്പോയി.
സാരല്ല, ഞാനൊന്നും പറയുന്നില്ല, നീ ആവർത്തിക്കായിരുന്നാൽ മതി, എനിക്ക് വരുമ്പോൾ നീ ഇങ്ങനെ തിരുത്തണം ഇൻഷാ അല്ലാ. ഇങ്ങനെ ഒരു നസീഹത്തുള്ള ഒരു ദാമ്പത്യം നമ്മളിൽ ഉണ്ടാകണം. ഏയ് ചെറുപ്പക്കാരെ, കല്യാണം കഴിച്ചവരെ, നിങ്ങളെ അവിടെ ഉണ്ടല്ലോ, ഇൻഷാ അല്ലാ, അങ്ങനെയല്ലേ? അലൈസക്കദാലി, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അബദ്ധം വരുമ്പോ ചാടി വീണ് ആക്രമിക്കാൻ നിൽക്കോ? ഇല്ല, മനുഷ്യന്മാരാണ്, അബദ്ധങ്ങളൊക്കെ പറ്റും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അവരെ വിഷമിപ്പിക്കാതെ, ഹരാസ് ചെയ്യാതെ, അപമാനിക്കാതെ, അള്ളാഹു റസൂൽ പറഞ്ഞു, മനുഷ്യരല്ലേ, അബദ്ധം പറ്റും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ആ പുറത്തു തരട്ടെ എന്ന് പറഞ്ഞപ്പോ തന്നെ അള്ളാഹിന്റെ റസൂലിന്റെ കാലിന് വീഴുക ആര്? ഹഫ്സ ബീവിയും ആയിഷ ബീവിയും. ഗുരുതരമായ തെറ്റാ ചെയ്തത്. റസൂൽ പറഞ്ഞു, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞപ്പോ തന്നെ ചാടി വീഴുന്നു. നബിയെ പറ്റിപ്പോയി, ഞങ്ങൾ വെറും ഞങ്ങൾ സ്ത്രീകളല്ലേ, അങ്ങയുടെ സാമീപ്യം കിട്ടാൻ വേണ്ടി ഞങ്ങൾ എടുത്തു വെച്ച പരിപാടിയാണ്, അള്ളാഹ് അത് പൊളിച്ചു, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു, നബിയെ പുറത്തു തരണേ, ഞങ്ങൾ ആവർത്തിക്കില്ല. കണ്ടോ, നബി അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞു. ഈ ഒരു രീതി നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ, നമുക്കൊരു തെറ്റ് വരുമ്പോൾ നമ്മുടെ ഇണ ഇങ്ങോട്ടും പറയൂലേ, ഏയ് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരബദ്ധം വന്നു ഇല്ലാന്ന്, നമ്മളെല്ലാ കാര്യത്തിലും സമാധാനമുള്ള ആളല്ലേ, ഒരബദ്ധം വന്നതല്ലേ, അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ടാവുന്നു, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിക്കൂടി, നമുക്ക് സന്തോഷമായി. ഇല്ലേ ഇല്ലേ? ഈ ദാമ്പത്യം മറക്കുമോ? ഈ ദാമ്പത്യം നിന്നു പോകുമോ? ഇല്ല. ഈ ഒരു മെന്റാലിറ്റി ഉണ്ടാകണമെങ്കിൽ തൗഹീദ് വേണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം വേണം, രണ്ടു കൂട്ടർക്കും വേണം. ഇങ്ങനെയുണ്ട് എങ്കിൽ തീർച്ചയായും ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ പൊരുളകം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. വല്ലാഹി എനിക്ക് പറയേണ്ട ഉപദേശം ഞാൻ എല്ലാം ഈ കുഞ്ഞു വാക്കുകളിൽ തീർത്തു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. എനിക്കൊന്നും പറയാനില്ല. കാരണം ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്, ഭാര്യ ഭർത്താവിനുള്ള കടമകളുണ്ട്, ഭർത്താവ് ഭാര്യയ്ക്കുള്ള കടമകളൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇങ്ങ് വന്നോളൂ. ഈ അടിസ്ഥാനപരമായ കാര്യം ഖദീജ ബീവിയിലും റസൂലുള്ളയിലും ആയിഷ ബീവിയിലും റസൂലുള്ളയിലും ഉള്ള ഈ അടിസ്ഥാനപരമായ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ബാക്കിയെല്ലാം വഴിക്ക് വന്നോളൂ. ഈ വ്യക്തിയോട് ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട കടമകൾ എന്തെല്ലാമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഒരു ഭാര്യ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്യേണ്ട കടമ ചോദിച്ചു. ഇദാ തുഇംത ഫഅത്ഇംഹാ, നീ ഭക്ഷണം കഴിച്ചാൽ അവളെ നീ ഭക്ഷണം കഴിപ്പിക്കണം. നീ ഭക്ഷണം കഴിച്ചാൽ, ഇപ്പൊ പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കുകയാണല്ലോ, അപ്പൊ ഇദക്തസൈത ഫക്സൗഹ, നീ വസ്ത്രം ധരിച്ചാൽ അവൾക്ക് നീ വസ്ത്രം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലാത്തവരുണ്ടാവുമല്ലോ, രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ. ഇന്നത്തെ വസ്ത്രത്തിന്റെയൊക്കെ വില മാരകമായ വിലയാണ്. അപ്പോ നീ ഉടുക്കുന്നുണ്ടോ, ഓളെ നീ ഉടുപ്പിക്കണം. നീ തിന്നുന്നുണ്ടോ, ഓളെ നീ തീറ്റിക്കണം. പിന്നെയോ വല തളിരിബിൽ വജ്ഹ, എന്ത് പ്രയാസമുണ്ടെങ്കിലും മുഖത്തടിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ഭർത്താക്കന്മാർ ഓക്കെയാണ്, കാരണം ഓക്കെ ആയിപ്പോയതാണ്. കാരണം ഇപ്പൊ അടിച്ചാല് അഴി എണ്ണും ഉണ്ട തിന്നും, അല്ല അള്ളാനെ പേടിച്ചിട്ടൊന്നുമല്ല. പണ്ടത്തെ ഭർത്താക്കന്മാർ പൊട്ടിക്കും. കൂട്ടുകാരെ ചോദിക്കും, എന്താ നിന്റെ ഇവിടെ ഒരു മുറിവ്? അത് ഞാൻ ബാത്റൂമിൽ നിന്ന് തന്നെ വീണതാ, മലന്നടിച്ചാ വീണത്. മലന്നടിച്ച് വീഴുമ്പോ എന്തിനാ ഇവിടെ ഒരു മുറിവ്? ഭർത്താവ് ഇത് കഴുത്ത് പിടിച്ച് ഒറ്റയിടി ചുമരല്, അങ്ങനെ വന്നതാ ഇത്. അല്ലോ, ആ ഭാര്യമാരൊക്കെ അത്ഭുതമാണ് കേട്ടോ. ഇന്നത്തെ കാലത്തെങ്ങാണ് ഇവൻ ജയിലിൽ നിന്ന് പൊന്തോ? ഗവൺമെന്റിനെ പേടിച്ചിട്ട്, അള്ളാനെ പേടിച്ചിട്ടല്ല. അപ്പൊ ഇതാ തൊഴിൽ. അപ്പൊ ഇവിടെ എന്ത് വേണ്ടത്? അള്ളാനെ പേടിച്ചിട്ട് ചെയ്യണമെന്നാ പറയുന്നത്. എന്താണ്? ഒരിക്കലും അവളെ മുഖത്തടിക്കരുത്, വീട്ടിൽ വെച്ചല്ലാതെ. വല തഹ്ജർ ഇല്ലാ ഫീ ബൈതിക്, നിന്റെ വീട്ടിൽ വെച്ചല്ലാതെ പണങ്ങരുത്. ഇനി കുട്ടികളൊക്കെ വരാൻ പോകട്ടോ. പുതിയ ജനറേഷൻ ആലോചിക്കണേ, കല്യാണം കഴിച്ചവരൊക്കെ ആലോചിക്കണേ. ഞങ്ങളെ കഴിഞ്ഞതാ. അപ്പൊ നിങ്ങള് പറഞ്ഞോണ്ട് സൽപ്പിക്കട്ടോ, നിങ്ങൾ ഇങ്ങനെ യാത്ര പോകണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ടൂർ, ഒരു ബസ്സിനോ അല്ലെങ്കിൽ ഒരു, അപ്പൊ ഈ ട്രോഫി ഉണ്ടാവും കയ്യിൽ. ട്രോഫി അത് നമ്മളെ മൂത്ത കുഞ്ഞ്, ആ ട്രോഫി എപ്പോഴും ഭാര്യൻ്റെ അടുത്താണ് ഉണ്ടാവുക. അപ്പൊ നമുക്കൊരു കൗതുകത്തിന് മൂപ്പര് ആ ട്രോഫീനെ എടുക്കും. എടുത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പുന്നാരിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ക്ലിങ് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി. അപ്പൊ നമ്മൾ ഇൻസ്റ്റൊക്കെ ചെയ്ത് നല്ല ടിപ്പ് ടോപ്പിലായിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പൊ അവിടെ കുറെ മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ നോക്കൂല. എന്നിട്ട് ഈ സാധനത്തിന് പിടിക്ക്, അതുവരെ ഭയങ്കര ഡ്രസ്റ്റ്. എന്താ എടുത്തെന്നറിയോ? ഇതിനെ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട്, നിനക്ക് പമ്പോസ് തട്ടി കൊടുത്തൂടെ എനിക്ക്? പിന്നെ അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ഇവളാ നമ്മളെ എല്ലാം നോക്കുക. ആരെ നോക്കാന്നറിയോ? അടുത്തുള്ള സീറ്റുകാരെയൊക്കെ നോക്കും. പഠിച്ചോനെ, ഇതാണ് അള്ളാന്റെ പൊന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തഹ്ജർ ഇല്ലാ ഫീ ബൈതിക്,
വീട്ടിൽ വെച്ചല്ലാതെ അവൾ പറഞ്ഞു ഒരിക്കലും പിണങ്ങരുത്. പല മാപ്പിളാരും എവിടെ വെച്ചാ പിണങ്ങല്? എവിടെ വെച്ച്? ആ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട്, ടൂറിന് കൊണ്ടുപോയിട്ടും യാത്ര കൊണ്ടുപോയിട്ടും പിന്നെ പർച്ചേസിങ്ങിന് പോയിട്ടും പിന്നെ അതുപോലെ തന്നെ തിന്നാൻ പോയിട്ടും, ഇപ്പൊ തിന്നാൻ പോക്കാണല്ലോ എല്ലായിടത്തും പണി, തിന്നാൻ പോയിട്ട് അവിടെ ഇട്ടിട്ട് അവരെ അപമാനിക്കും. മറക്കൂല അവര്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് 25 വയസ്സ്, ഇനി വരാൻ പോണ സംഭവം 25 വയസ്സ്. 49 വയസ്സുള്ള ഭർത്താവും 49 വയസ്സ് വ്യത്യാസം, 40 വയസ്സുള്ള ഭാര്യയും കൂടി എൻ്റെ അടുത്ത് വരികയാണ്. ഉസ്താദ് ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഞാൻ കൗൺസിലിംഗ് ചെയ്യാൻ 25 വയസ്സുള്ള കല്യാണം കഴിച്ചിട്ടുള്ളൂ, ഞാൻ എന്ത് കൗൺസിലിംഗ് ചെയ്യാനെന്ന് ചോദിച്ചു. ഒന്നും വേണ്ട, ഞങ്ങളുടെ പരാതികളൊന്നും കേട്ടിട്ട് നല്ലൊരു ദീനി ഉപദേശം നൽകണം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളെയും പരാതി കേട്ടിട്ട് ഞാൻ ഭാര്യനോട് പറഞ്ഞു നിങ്ങളെല്ലാം പൊരുത്തപ്പെട്ട് കൊടുക്കണം, അതേ നന്നാവാൻ തയ്യാറാണ്. അപ്പോൾ കുറേ നേരം ആലോചിച്ചിട്ട് ഭാര്യ പറഞ്ഞൊരു വർത്തനുണ്ട്, ഉസ്താദേ ഞാനെല്ലാം പൊറുക്കും, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റൂല. എന്നെ പിടിക്ക്. ഞാൻ എല്ലാം പുറത്തു കൊടുക്കാം, അള്ളാഹു എന്നെ അദ്ദേഹത്തെ ശിക്ഷിക്കാത്ത രൂപത്തിലെല്ലാം പുറത്തു കൊടുക്കാം, പക്ഷെ ഞാനൊന്നും മറന്നുപോകില്ല. അത് പെണ്ണാണ്, ആലോചിക്കണം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളെ ഇണകളോട് നമ്മൾ വരുത്തി തീർക്കരുത്. ആലോചിക്കാനും ചിന്തിക്കാനും ചിരിക്കാനും ഉള്ളൊരു വാക്കാണ്. ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളത് മറന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ദാമ്പത്യം എന്താകും അതെനിക്കറിയാം. അള്ളാഹു രണ്ടുപേർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇപ്പം അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മെമ്മറി ലോസ് വന്നിട്ടുണ്ട്. പള്ളിയിലൊക്കെ പോവും, ഇപ്പം അടുത്താണ്. പിന്നെ എനിക്ക് അവരുടെ ദാമ്പത്യം എന്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അള്ളാഹു നല്ല മനസ്സ് ആയിത്താത്താക്ക് നൽകുമാറാകട്ടെ. ഭർത്താവിനെ നോക്കാനും ഖദീജാവിനെ പോലെ ചിന്തിക്കാനും ഒക്കെ മനസ്സ് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. എന്തോ ഒന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കും മറക്കില്ല എന്ന് പറയാൻ കാരണം. പണ്ടത്തെ ജനറേഷനല്ലേ, എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ദേഷ്യം എൻ്റെ ഭാര്യനോട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് എന്നെ തടയുന്നത് ആ കാര്യമാണ്. എന്താ പറഞ്ഞത്? പൊറുക്കാം, മറക്കൂല. ആ വാക്ക് എനിക്ക് വലിയ പ്രയോജനമായി. കാരണം എന്തെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഈ ഭാര്യമാർ അങ്ങനെയാണല്ലോ, ചില സമയത്ത് നമ്മൾ ശരീരം മൊത്തം ഇളകിയിട്ടിങ്ങ് വരും. അമ്മാര് വർത്താനൊക്കെ പറഞ്ഞു കളയും. ഓരോ സ്വന്തം കാര്യം ജയിക്കാനാ പറയാ. പക്ഷേ നമ്മൾ പിടുത്തം വിട്ട് പോകുമ്പോൾ ഇതിങ്ങനെ ഓർമ്മ, ഇങ്ങനത്തെ കാര്യമൊക്കെ ഓർമ്മ വരും. ഇൻഷാ അല്ലാഹ് അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അവർ ദേഷ്യപ്പെടുന്ന വെറുതെ കൊണ്ടല്ല, നമ്മുടെ സ്നേഹം കൊണ്ടാണ്. നല്ലോണം ദേഷ്യപ്പെടുന്ന ഭാര്യമാരെയൊക്കെ ആലോചിച്ചോളി. നിങ്ങൾ വിചാരിക്കും വേറെ ബന്ധമുണ്ടെന്ന്, വല്ലാഹി അല്ല, നിങ്ങളോടുള്ള അപാരമായ സ്നേഹം കൊണ്ടാണ്. നല്ലോണം ദേഷ്യപ്പെടുന്ന ഭർത്താവ് ആലോചിച്ചോളി, ഭാര്യമാരൊക്കെ ആലോചിച്ചോളി. അവർക്ക് വേറൊരു ബന്ധം ഉണ്ടായിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ സഹിക്കാൻ പറ്റൂല, കാരണം അത്ര ഇഷ്ടം നിങ്ങളെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മനസ്സിലായോ? കാര്യബോധമുള്ളൊരു ഭർത്താവിന് അങ്ങനെയൊക്കെ ഉണ്ടാവും. റൊമാൻറ്റിക് ഒക്കെ കുറച്ച് കുറവായിരിക്കും, പക്ഷെ എന്നാലും റൊമാൻറ്റിക് കാട്ടണം നമ്മൾ. എങ്ങനെ റൊമാൻറ്റിക് കാട്ടുക? അവരെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക. ചെറുപ്പത്തില് വാപ്പ, എൻ്റെ വാപ്പ ചെറുപ്പമാണ്. അപ്പൊ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ വരുമ്പോൾ വാപ്പ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ നമ്മൾ ഇന്നത്തെ ആണെങ്കിൽ ഈ കോഴി അങ്ങനത്തെ അല്ലേ, പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അവലുസുണ്ട അങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാവുക. അപ്പൊ വാപ്പ വരുമ്പോഴത്തേക്ക് ഒരു മണവും ഇങ്ങനെ മണക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് സാധനം വേറെ കൊണ്ടുവരും, പക്ഷെ വേറെ ഈ വാപ്പന്റെ ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ മണക്കും. ഉമ്മ എൻ്റെ മൂന്നാമത്തെ, എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മൂന്നാമത്തെ സഹോദരിനെ ഗർഭിണിയായ സമയത്താണ്. അപ്പൊ ഇങ്ങനെ ഇത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കും ഉമ്മാക്ക്. പക്ഷെ അത് അന്ന് ചെറുപ്പത്തിൽ എൻ്റെ ഒരു കാഴ്ചയാണ്. പക്ഷെ ഉമ്മ ഇപ്പോഴും എടുത്ത് പറയും. പറഞ്ഞ മനസ്സിലായി, ഒരു കുഞ്ഞ് എന്തോ ഒരു എണ്ണ പലഹാരം എന്തോ കൊടുത്തായിരിക്കും, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടൊരു പലഹാരം കൊണ്ടുപോയി കൊടുത്താണ്. അന്ന് ഈ മടിയിൽ കെട്ടി വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്, തുണിയിൽ കള്ളിമുണ്ട എടുത്തിട്ട് തുണിയിൽ കെട്ടിക്കൊണ്ടുവരും. ഇപ്പൊ ഞാനത് ഓർക്കുമ്പോൾ മനസ്സിലായി എന്താ സംഭവം അറിയാം. കുഞ്ഞു ചില പരിഗണനകൾ ഉണ്ടല്ലോ, ജന്മത്തിൽ ഭാര്യമാര് മറന്നുപോകില്ല. അത് നമുക്ക് ഇപ്പോഴും ചെയ്യാനൊക്കെ പറ്റും. അള്ളാഹു ബർക്കത്ത് റഹ്മത്തും ചെയ്യട്ടെ. അത് കൊണ്ടു കൊടുക്കാനുള്ള മനസ്സും, അതിൽ സന്തോഷിക്കുവാൻ, കുറ്റം പറയാതെ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള മനസ്സും പരസ്പരം നമ്മുടെ ദാമ്പത്യത്തിൽ അള്ളാഹു നൽകുമാറാകട്ടെ. നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഹബീബായ റസൂലുള്ളാഹി അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി. എൻ്റെ ഭാര്യനോട് ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടം ആരാണെന്ന് ചോദിച്ചാൽ
ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങളിൽ, സ്ത്രീകളിൽ ആരാണ് നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുക? നീ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു പറഞ്ഞു. അപ്പോൾ പറയുന്ന ആരാണ് എന്നോട് ആകാംക്ഷയോടെ എന്നോട് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മയല്ല, നീയും അല്ല. പറഞ്ഞിട്ട് കേട്ടി. ഞാൻ പറഞ്ഞു ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കീഴടക്കിയ ഖദീജ ബീവിയെയാണ് സ്ത്രീവർഗത്തിൽ സ്വർഗത്തിൽ ഞാൻ ബൈ ചാൻസിന് എത്തിപ്പോയാൽ ഒരു നോക്ക് കാണാൻ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്. അത് കണ്ട് സംതൃപ്തിയായി ആ ഒരു ബഹുമാനം കിട്ടിയതിന് ശേഷമേ ഞാൻ തിരിഞ്ഞു നോക്കൂ, എൻ്റെ ഉമ്മയുണ്ടോ, എൻ്റെ ഭാര്യയുണ്ടോ, ബാക്കിയുള്ള സഹോദരികളുണ്ടോ, മക്കളൊക്കെ ഉണ്ടോ ഞാൻ നോക്കുള്ളൂ എന്ന് പറഞ്ഞു. അത്രമാത്രം സ്വാധീനമായിരിക്കണം മഹദിയായ ഖദീജ റളിയല്ലാഹു തആല. താങ്ങും തണലും തലോടലും സ്നേഹവും അഭിമാനവുമായി അവർ മാറിയെങ്കിൽ ഭർത്താവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളോട് നിന്റെ ഹബീബ് പെരുമാറിയ പെരുമാറ്റം പോലെ കഴിവിന്റെ പരമാവധി നല്ല സ്വഭാവം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അത് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. സ്വർഗത്തിലെത്തുവോളം ഞങ്ങളുടെ ദാമ്പത്യത്തിന്റെ ആ മാധുര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചു തന്നോ, അവിടുത്തെ ദാമ്പത്യ ജീവിതം എങ്ങനെ കാണിച്ചു തന്നോ, ആ രൂപത്തിൽ അള്ളാഹുവെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒന്ന് ദ്വാരനോ, റബ്ബന ഹബ്ലന, പ്ലീസ്, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമ വജഅൽഹും റബ്ബി റളിയീന വഹനാന മിൻ ലദുൻക റഹ്മ വഹയ്യ ലനാ മിൻ അംരിനാ റശദ. ഒന്നുമില്ലെങ്കിലും റബ്ബന ഹബ്ലന മിൻ അസ്വാജിന ഖുർആനിൽ പറഞ്ഞാൽ മതി. ഞാനിത് പറഞ്ഞത് വജഅൽഹും റബ്ബി റളിയീന എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ അവർക്കെല്ലാം സുസമ്മതനാക്കണേ അള്ളാഹ്. ചില ഭർത്താക്കന്മാര് വീട്ടിൽ നല്ല ആളായിരിക്കും, പുറമെ മഹാഗില്ലാടിയായിരിക്കും. ചിലത് പുറത്ത് നല്ല മനുഷ്യനായിരിക്കും, ഭാര്യനോട് എന്നൊക്കെ വെക്കുന്ന ഒരു സിംഹപ്പോക്കിരിയായിരിക്കും. പറ്റൂല, നല്ല സഹവാസമല്ല. ജനങ്ങളോട് എങ്ങനെ സഹവാസമാണോ ആ രൂപത്തിൽ മക്കളോടും ഭാര്യനോടും ആ സഹവാസം കാണിക്കാൻ പറ്റണം. അതാണ് ഒറിജിനൽ. അള്ളാഹുവെ, ആ ഒരു ഒറിജിനലായിരിക്കാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ അള്ളാഹ്. കാരണം നമ്മൾ അങ്ങനെ ദേഷ്യപ്പെടുന്നത് മക്കളുടെ തെറ്റുകളും ഭാര്യയുടെ കുറവുകളും കണ്ടിട്ടായിരിക്കാം. പക്ഷെ എന്നാലും അള്ളാഹ് അവർക്ക് കുറവുകൾ കൊടുത്തിട്ടാണ് നീ അവരെ സൃഷ്ടിച്ചത്. സ്ത്രീയാണ്, മക്കൾക്കും അതിൻ്റെ കുറവുകളുണ്ട്, എനിക്കും കുറവുകളുണ്ട്. ഞാനത് സഹിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് സഹിക്കുക? ഈ ഒരു അവബോധം അള്ളാഹു ഞങ്ങളുടെ മനസ്സിൽ ഇട്ട് തരണേ അള്ളാഹ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നല്ല പെരുമാറ്റം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നാൽ ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടുകയും വേണം, അല്ലെ? നിസ്കരിക്കാണ്ട് കിടന്നുറങ്ങിയാൽ ദേഷ്യപ്പെടണ്ടേ? മാതാവിനെ അനുസരിക്കാതിരുന്നാൽ പിതാവിന് ദേഷ്യപ്പെടണ്ടേ? അല്ലേ? റമളാനായിട്ടും ജമാഅത്തിന് പോകാതെ മൊബൈലും കുത്തി കളിച്ചിരിക്കുന്നവരോട് ദേഷ്യപ്പെടണ്ടേ? ദേഷ്യപ്പെടേണ്ടിടത്ത് ദേഷ്യപ്പെടണം. പക്ഷേ തലോടലും സ്നേഹവും കരുതലും കൊടുക്കേണ്ടിടത്ത് അത് കൊടുക്കുക തന്നെ വേണം. ആ രൂപത്തിൽ കുടുംബത്തോട്, ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ബിഹേവ് പരസ്പരം പ്രകടിപ്പിക്കുന്ന, അതിലൂടെ അള്ളാഹിന്റെ തൃപ്തി ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ നാഥ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ അള്ളാഹ്. ഞാൻ ഒന്നുകൂടി പറയാണ്, എങ്ങനെയാണോ നമ്മൾ കല്യാണം കഴിച്ച ആ കാലഘട്ടത്തിൽ നമ്മുടെ ഇണയെ നമ്മൾ കരുത്തോടുകൂടി പിടിക്കുന്നത്, ആ രൂപത്തിലാണ് നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മുടെ ഇണകൾ നമ്മളെ പിടിക്കുക. അന്ന് നിങ്ങൾ ആട്ടലാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ആട്ടലും തൂപ്പുമേ കിട്ടുകയുള്ളൂ. മനസ്സിലായോ? അവൾ ആഗ്രഹിച്ച സമയത്ത് നിങ്ങൾ അവൾക്ക് കരുതലാണെങ്കിൽ, നമ്മൾ കിടപ്പിലാകുന്ന സമയത്ത് അവൾ ഓട്ടോമാറ്റിക്കായിട്ട് കരുതലായി മാറും. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നീതിശാസ്ത്രമാണ്. മുതിർന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. സമയം വൈകിട്ടില്ല, ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പട്ടാളം ചിട്ടയുള്ള ആ സ്ട്രോങ് പെരുമാറ്റമൊക്കെ മാറ്റി ഒന്ന് മൈൽഡായി സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ നാളെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരോടും മുന്നിൽ നിന്നുകൊണ്ട് ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ എന്ന് പറഞ്ഞിട്ട് ആ സ്വർഗ ചാരുമഞ്ചങ്ങളിൽ ഉല്ലസിച്ച് ഇരിക്കുന്ന ആ രംഗത്ത് നമുക്ക് റസൂലുള്ളാഹിന്റെ ചാരത്ത് പോയി നിൽക്കാൻ പറ്റണം. അള്ളാഹു ആ രൂപത്തിൽ നമ്മുടെ ദാമ്പത്യത്തെ നന്നാക്കുമാറാകട്ടെ. അബദ്ധങ്ങളില്ലാത്ത ദാമ്പത്യം ഒന്നുമില്ല. അള്ളാഹു ഞാനിവിടെ സംസാരിച്ചത് പകൽ പോലെ പച്ചയാണ്. എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഞങ്ങളുടെ ജീവിതം തന്നെയാണ് ഇവിടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഞാനത് പറയുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സും അത് പറയുന്നുണ്ട്.
അള്ളാഹുവെ എന്നെയും എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളെല്ലാവരും നീ നന്നാക്കണേ അല്ലാ. നല്ല ഭർത്താക്കന്മാരായി ഹബീബായി റസൂലുള്ളാഹിന്റെ അടുക്കൽ നിൽക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. നല്ല ഭാര്യമാരായി ഞങ്ങളുടെ ഭാര്യമാർക്കും നിൽക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. ഏതൊരു അബദ്ധങ്ങളും സ്നേഹത്തോടു കൂടി ഉപദേശിച്ച് ദേഷ്യപ്പെടാതെ അപമാനിക്കാതെ പരസ്പരം താങ്ങും തണലുമായി നിന്ന് സാരില്ലടോ അല്ലാഹ് നമുക്കുണ്ട്, തൗബ ചെയ്ത് മടങ്ങാം, ഇനി ചെയ്യാതിരുന്നാലും മതി എന്ന ആശ്വാസവാക്കോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ താങ്ങായി നിൽക്കുന്ന, തെറ്റ് ചെയ്താലും പോലും താങ്ങായി നിൽക്കുന്ന, അബദ്ധം വരുമ്പോഴും താങ്ങായി നിൽക്കുന്ന ഒരു ദാമ്പത്യം ഞങ്ങൾക്ക് നൽകുമാറാകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് നൽകുമാറാകണേ അല്ലാ. മരുമക്കൾക്ക് നൽകുമാറാകണേ അല്ലാ. പേരക്കുട്ടികൾക്ക് നൽകുമാറാകണേ അല്ലാ. ആ രൂപത്തിൽ മഹാനായ ഹബീബന സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംതൃപ്തി, അള്ളാഹിന്റെ സംതൃപ്തി നേടുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم يا غافر المذنبين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. അല്ലാഹുവേ, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ പലരും രോഗികളാണ്. അവിടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. നല്ല രൂപത്തിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത ഇണകളും ഭർത്താക്കന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിൻ്റെ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു അവർക്ക് നീ ശാന്തി നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഇബാദത്തിൽ മുഴുകാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇഹലോകത്തും പരലോകത്തും ഉപകാരമുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് സ്വാലിഹകളായ മക്കളെ നൽകി അവരെയും ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും രോഗികളാണ്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണം. മരിച്ചുപോയവരുണ്ട്, അവരുടെ കബറുകളെ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അവരെ ഞങ്ങൾ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ചേർക്കണേ അല്ലാ. റബ്ബേ, ഇവിടെ കൂട്ടത്തിൽ പല സഹോദരങ്ങളും ഇന്ന് കബറിലാണ്. ഒരിക്കലും അവരെ മറക്കാൻ പറ്റൂല അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട പലരും ഇന്ന് കബറിലാണ്, 6 അടി മണ്ണിലാണ്. ഒരുപാട് പള്ളിക്ക് സേവനം ചെയ്തവർ, നമ്മുടെ കൂടെ പല കാര്യത്തിലും ഏർപ്പെട്ടവർ, ആണും പെണ്ണുമായി പലരും ഇന്ന് കബറിലാണ്. അല്ലാഹു അവരുടെ കബർ നീ വിശാലാക്കി കൊടുക്കണേ അല്ലാ. അവർ ദുനിയാവിൽ ചെയ്ത എല്ലാ അമലുകളും പരിപൂർണ പ്രതിഫലമാക്കി നീ കൊടുക്കണേ അല്ലാ. തെറ്റുകളൊക്കെ നീ പുറത്തു കൊടുക്കുമാറാകണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുവേ, ഈ പള്ളി നടത്തിക്കൊണ്ടുപോകാൻ എല്ലാ സുമനസ്സുകളും ഒത്തൊരുമയോട് കൂടി പോകുന്നൊരു പള്ളിയാണ്. എല്ലാവർക്കും അത്ഭുതകരമായൊരു പള്ളിയാണ്. അതാ ഞങ്ങളുടെ താവഴിയായി ഈ പള്ളിയെ നിലനിർത്തി കൊണ്ടുപോകണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. നാളെ ഖബറിൽ പോയി കിടക്കുമ്പോൾ ഇവിടെ നടത്തപ്പെടുന്ന എല്ലാ ഇബാദത്തുകളുടെയും അംശം ഞങ്ങളുടെ ഖബറുകളിൽ നീ എത്തിച്ചേരണേ അല്ലാ. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണം. നമ്മളെ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത കഴിഞ്ഞ പ്രാവശ്യം കണ്ട അഹമ്മദ് സാഹിബ് ഇപ്പോഴും അങ്ങനെ തന്നെ ഉള്ളത്. അപ്പോൾ ഓർമ്മ വരെയാണ്. അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകട്ടെ അല്ലാഹ്. പരിപൂർണ്ണ ആഫിയത്ത് നൽകട്ടെ അല്ലാഹ്. അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷണം. അല്ലാഹുവേ, ഈ പള്ളിക്ക് സേവനം ചെയ്തവർ, ഈ പള്ളിക്ക് ഖിദ്മത്ത് എടുത്തവർ, കുടുംബത്തെയും ദീനിനെയും നല്ല രൂപത്തിൽ കൊണ്ടുപോയവർ, അല്ലാഹു എല്ലാവർക്കും നീ അനുഗ്രഹം ചൊരിയുമാറാകണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകണേ അല്ലാഹ്. വഫൂറും വദൂദുമായ അല്ലാഹ് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ പലരും എക്സാം, സ്കൂളിൽ കോളേജിലൊക്കെ പരീക്ഷകൾ എഴുതുന്നുണ്ട്. അല്ലാഹു നല്ല വിജയത്തിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പഠിക്കുന്നത് കൃത്യമായി എക്സാം എഴുതാനും നല്ല പോയിന്റ്, നല്ല പൊസിഷനിൽ എത്തിക്കുവാനും അല്ലാഹു നീ അവരെ സഹായിക്കുമാറാകണേ അല്ലാഹ്. വിജയിപ്പിക്കുമാറാകണേ അല്ലാഹ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم يا غافر المذنبين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഇത്രയും വിഷമം സഹിച്ച് എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് വിഷമായോ? ഞാൻ സമയം താമസിച്ചു പോയോ? ക്ഷമിക്കണേ. അല്ലാഹു പുറത്തു തരട്ടെ. എനിക്ക് അബദ്ധം പറ്റട്ടെ. അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.